50% മാത്രം പണം അടച്ചുകൊണ്ട് നിങ്ങൾക്ക് വീടിന്റെ പണി പൂർത്തീകരിക്കാം. ബാക്കി വരുന്ന 50% നിങ്ങൾക്ക് 50 മാസം തവണകളായിട്ട് അടക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് വീടിന്റെ പ്ലാനും മോഡൽസും കിട്ടാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഹൗസ് ഫോർ എന്ന ആപ്പ് ഡൗൺലോഡ്. കോവിഡ് കഴിഞ്ഞിട്ട് ഈ ഒരു ട്രെൻഡ് മാറുന്നു. അപ്പോൾ അതിനനുസരിച്ച് ആലോചിച്ച് പുതിയ ടൈപ്പ് ഓഫ് സിനിമ എങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെ ഉള്ളതൊന്ന് മനസ്സിലാക്കി ഇനിയിപ്പോൾ 2024 അതിനുള്ള ഉത്തരങ്ങളുള്ള ഒരു വർഷമായിരിക്കും. എനിക്ക് ഒന്ന് പോസ്റ്റ് കോവിഡ് നമ്മളുടെ ടേസ്റ്റ് മാറിയ ഈ പറയുന്ന ബിഗ് തിയേറ്ററിക്കൽ സിനിമകൾ എന്ന് പറയുന്ന പോലത്തെ സിനിമകളുടെ ആൻസേഴ്സ് മൊത്തം 2024 തൊട്ട് അങ്ങ് വരാൻ തുടങ്ങും. വിമർശിച്ചോളൂ, ഞാനത് കേൾക്കാൻ തയ്യാറാണ്. കുറ്റം പറഞ്ഞോളൂ, കേൾക്കാൻ തയ്യാറാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ സിനിമ കാണണം എന്നായിരുന്നു ഞാൻ റിക്വസ്റ്റ് ചെയ്തിരുന്നത്. കണ്ണൂർ ഒരു ACVയിൽ നിന്റെ പേരിലൊരു പാട്ട് കിടക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ഈ രാവിലെ എന്തോ ഭക്തിഗാനം പ്ലേ ചെയ്ത് വന്നപ്പോൾ ഞാൻ ഏതോ ചെയ്തിട്ടുള്ള സാധനം കിടക്കാൻ നിന്റെ പേര് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആരോടും ഞാനും ഇതുപോലത്തെ ഓർമ്മ ചെയ്തായിരുന്നു. പക്ഷേ അതെ നമ്മുടെ ഉപദേശം കേട്ടില്ല. അത് ആ ഉപദേശം ഇതുപോലത്തെ ഒരു ക്രിഞ്ച് ഉപദേശമായിരുന്നു. 2006 5 മഹേഷ് ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ മഹേഷ് പോപ്പുലർ ഫിലിം എഡിറ്റർ VKDP പടം ചെയ്തിട്ടുണ്ട്. മഹേഷ് ഇത് എടുത്തോണ്ട് പോകാൻ പറഞ്ഞു ഷൂട്ട് ചെയ്യുമ്പോഴും പുള്ളി അങ്ങനെ ഇങ്ങോട്ട് നോക്കിയോ ഇത് അഭിനയിച്ചോളൂ പൊക്കോളൂ. ദിലീഷ് പറയുന്നത് നിങ്ങൾ ഈ മീറ്ററിനകത്ത് തന്നെ അഭിനയിപ്പിക്കും. ഇങ്ങനെ ഒരു ശ്വാസം വിടാനുള്ള സമയം കൂടെ ആക്ഷൻ എന്ന് പറയുമ്പോഴും അഭിനയിക്കാതെ ശ്വാസം വിട്ടിട്ടോ. സ്റ്റുഡിയോ റൗണ്ട് ടേബിൾ സീരീസിലേക്ക് സ്വാഗതം. കോവിഡിന് ശേഷമുള്ള മലയാളം സിനിമ, ഇന്ത്യയിലാകെ ചർച്ച ചെയ്ത മലയാള സിനിമകളെ പ്രതിനിധീകരിച്ചുള്ള ഫിലിം മേക്കേഴ്സാണ് സ്റ്റുഡിയോക്കൊപ്പം ഉള്ളത്. ഇവിടെ നിന്ന് മഹേഷ് നാരായണൻ, ദിലീഷ് പോത്തൻ, ബേസിൽ ജോസഫ്, ശ്രുതി ശരണ്യം, ജിയോ ബേബി. തുടക്കത്തിൽ മഹേഷിനോട് ചോദിക്കുകയാണെങ്കിൽ, പുറത്തുനിന്ന് ഒരാൾ, ഇപ്പം നമ്മൾ കേരളത്തിൽ പുറത്തുനിന്ന് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഓരോ ഫിലിം മേക്കറിനെ കുറിച്ച്, മലയാളത്തിലുള്ളവർ ആക്ടേഴ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. മഹേഷിൻ്റെ സിനിമകൾ ഒന്നും തന്നെ കണ്ടിട്ടില്ലാത്ത ഒരാളോട് ഒരു സിനിമ മഹേഷിൻ്റെ ഒരു ബോഡി ഓഫ് വർക്ക് കണ്ടു തുടങ്ങണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന സിനിമ എന്തായിരിക്കും? അതിൻ്റെ റീസൺ പറയാം. ഈ സിനിമ കണ്ടോളൂ നീ എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ പറയാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന വർക്ക് തുടങ്ങണം എന്ന് എനിക്ക് അങ്ങനെ സ്വന്തം വർക്ക് അറിഞ്ഞൂടാ. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇനി എല്ലാ പടവും മോശമാണെന്ന് ഞാൻ പറയുള്ളൂ. അല്ലല്ല, സജസ്റ്റ് ചെയ്ത് കൊടുക്കാമല്ലോ ഒരു പടം, ഈ സിനിമ കണ്ടു നോക്ക് എന്നുള്ളത്. ഞാൻ മറ്റുള്ള ആൾക്കാരുടെ പടങ്ങൾ കാണാൻ സജസ്റ്റ് ചെയ്യാറുള്ളൂ. എൻ്റെ സ്വന്തം സിനിമ കാണാൻ അങ്ങനെ ഓക്കെ ഇന്ന പടം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ കാണാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്കൊന്ന് കൂടുതലും ഞാനിപ്പോൾ ഓരോ സ്ഥലത്താണ് ഇപ്പോൾ ഒരു കുറച്ചുകൂടെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഫെസ്റ്റിവൽ സർക്കിളിലാണെങ്കിൽ അറിയിപ്പ് കാണാനേ പറയത്തുള്ളൂ. അല്ലാത്ത സ്ഥലത്താണെങ്കിൽ ചിലപ്പോൾ ഏത് ക്രൗഡാണെന്നനുസരിച്ചിരിക്കും. ചിലയിടത്ത് മാലിക്കായിരിക്കും, ചിലയിടത്ത് ടേക്ക് ഓഫ് ആയിരിക്കും, കുറച്ചുകൂടെ പിള്ളേരുടെ ഇടയ്ക്കാണെങ്കിൽ സീ യൂസ് ആയിരിക്കും. അതങ്ങനെ വേരിയാവും ഒരു ഏജ് ഗ്രൂപ്പിനനുസരിച്ച്. ദിലീഷ് എങ്ങനെയായിരിക്കും? ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു നോൺ മലയാളം ക്രൗഡിനോടാണ് നമ്മളുടെ ഒരു ഐഡന്റിറ്റി പറയാവുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു ആദ്യ പേരായിട്ട് ഇപ്പോൾ ഇഷ്ടപ്പെട്ട ചുരുക്കി തിരിച്ചും ചോദിച്ചാൽ മതി, ഇഷ്ടപ്പെട്ട സിനിമ ഏതാ ചെയ്തതിലൊക്കെ ചോദിക്കുന്നതിന് വളരെ വളച്ചേട്ടിട്ടുള്ള ചോദ്യമായിട്ടും പറയാൻ വേണേലും. അതുപോലെ തന്നെയാണ് ചോദിക്കുന്ന ആൾ അല്ലെങ്കിൽ ഏത് ടേസ്റ്റ് ആണെന്ന്, നമ്മുടെ ഏത് പടത്തോടായിരിക്കും പുള്ളിക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാകുന്നുള്ള നമ്മുടെ ഒരു കണക്കൂട്ടിലൊരു ഫാക്ടറായിരിക്കും. പിന്നെ അല്ലെങ്കിൽ ഇപ്പം ആദ്യ സിനിമ പോലെ കാണട്ടെ എന്ന് തോന്നും. അപ്പം നമ്മുടെ ഒരു ഡയറക്ടർ എന്ന രീതിയിലുള്ള ഒരു ഗ്രാഫ് ചിലപ്പം അളക്കാൻ പറ്റുമായിരിക്കും എന്താന്നുള്ളത്. ഞാൻ ആദ്യത്തെ സിനിമ മുതൽ കാണട്ടെ എന്ന് ചിലപ്പോൾ. ഇപ്പൊ ബേസിലാണെങ്കിലും ഞാൻ രണ്ടുപേരും അത്തരം പറഞ്ഞുകൊണ്ട് അടുത്ത ചോദ്യം ചോദിക്കാൻ. ഇപ്പൊ ബേസിൽ കോവിഡിന് മുമ്പും ശേഷവും സിനിമ ഡയറക്റ്റ് ചെയ്യേണ്ടി വരികയാണ്. മിന്നൽ മുരളി കോവിഡിന് മുമ്പ് ചെയ്തിരുന്നു, കോവിഡിന് ശേഷം ശരിക്കും അതിൻ്റെ സ്കെയിലേ മാറ്റിയാണ് ചെയ്തത്. പക്ഷേ ഒരു കോവിഡ് സിനിമയുടെ ഡിസൈനിലും അല്ല മിന്നൽ മുരളി വന്നത്. മിന്നൽ മുരളി ആ വർഷം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായൊരു സിനിമയായിരുന്നു. കോവിഡിന് ശേഷം എന്തെങ്കിലും സിനിമയ്ക്ക് ആസ്വാദനത്തിലും സിനിമയ്ക്കൊക്കെ മാറ്റിയിട്ടുണ്ട്? ഒരു കോവിഡാനന്തര സൂപ്പർ സ്റ്റാറിനെ ഉണ്ടാക്കിയിട്ടുള്ള ആളുകൂടിയാണല്ലോ ബേസിൽ. മാറ്റം ഉണ്ടായിട്ടുണ്ടോ? മാറ്റം ഉണ്ടായിട്ടുണ്ട്. കോവിഡിന് ശേഷം അങ്ങനത്തെ മാറ്റമല്ല ആക്ച്വലി ഈ പറയുന്ന OTT ഡെഫിനറ്റ്ലി ഒരു വലിയ മാറ്റമാണല്ലോ. അത് പല രീതിയിലും നമുക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചുകൂടെ ഫിൽറ്റേർഡായി നമുക്ക് ഏത് സിനിമ ചൂസ് ചെയ്യണം എന്നൊക്കെയുള്ളത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കുറേ കൂടെ ഇപ്പോൾ ദിലീഷ് ചേട്ടൻ്റെ ഒരു സമയത്ത് മഹേഷിൻ്റെ പ്രതികാരമൊക്കെ വന്നപ്പോൾ ഒരു ഭയങ്കര റിയലിസ്റ്റിക് സിനിമകളുടെ ഒരു അതായിരുന്നു കോവിഡിന് തൊട്ട് മുമ്പുള്ള നമ്മുടെ ഒരു ട്രെൻഡ് മലയാള സിനിമ എന്ന് പറയുന്നത്. പിന്നെ അത് ഓവർ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദിലീഷ് ചേട്ടന് അത്രയും ഇതല്ലാത്ത ആൾക്കാർ പലരും വന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് സിനിമ ചെയ്ത് അതിൻ്റെ ഒരു സാച്ചുറേഷൻ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ആൾക്കാരും അതിനോടൊരു ഭയങ്കര ബോറടിച്ച് തുടങ്ങിയത്. പിന്നെ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പക്ഷേ
മറ്റ് ഭാഷകളിലെ സിനിമകൾ ഡെഫിനറ്റ്ലി അവർ ഓൾറെഡി ബിഗ് സ്കെയിൽ സിനിമകൾ അവരുടെ ഭാഷകളിൽ നിന്ന് പണ്ട് മുതലേ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവർ കോവിഡിൻ്റെ സമയത്തും പ്രീ കോവിഡൊക്കെ അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമകളൊക്കെ റിലീസ് ആയിക്കോളുമ്പോൾ നമുക്കും അങ്ങനത്തെ സിനിമകളോടുള്ളൊരു ഫാസിനേഷനൊക്കെ വരാൻ തുടങ്ങുന്നതും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ പറയുക, നമ്മൾ ഒരു ചേഞ്ച് ചെയ്യാൻ ഇത്തിരി സമയം എടുത്തു, കാലതാമസം എടുത്തു. കാരണം ആ കോവിഡ് കഴിഞ്ഞിട്ട് ഈ ഒരു ട്രെൻഡ് മാറുന്നു. അപ്പോൾ അതിനനുസരിച്ച് ആലോചിച്ച് പുതിയ ടൈപ്പ് ഓഫ് സിനിമ എങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെ ഉള്ളതൊന്ന് മനസ്സിലാക്കി. ഇനിയിപ്പോൾ 2024 അതിനുള്ള ഉത്തരങ്ങളുള്ള ഒരു വർഷമായിരിക്കും. എനിക്ക് ഒന്ന് പോസ്റ്റ് കോവിഡ് നമ്മളുടെ ടേസ്റ്റ് മാറിയ ഈ പറയുന്ന ബിഗ് തിയേറ്ററിക്കൽ സിനിമകൾ എന്ന് പറയുന്ന പോലത്തെ സിനിമകളുടെ ആൻസേഴ്സ് മൊത്തം 2024 തൊട്ട് അങ്ങ് വരാൻ തുടങ്ങും. ഇപ്പോൾ പക്ഷെ പലതും കോവിഡിന് മുമ്പേ ഷൂട്ടിംഗ് തുടങ്ങിയ സിനിമകളൊക്കെ ഉണ്ട്. ഇപ്പോൾ അജയൻ്റെ രണ്ടാം മോഷനൊക്കെ അതിന് മുമ്പ് പ്ലാനിങ് തുടങ്ങിയ സിനിമകളാണ്. ആടുജീവിതം, ഈ പറയുന്ന ഒരുപാട് ഈ വർഷം വരായിരിക്കുന്ന ബിഗ് സ്കെയിൽ സിനിമകളൊക്കെ പ്രീ കോവിഡ് ചിന്താഗതിയിൽ നിന്നൊക്കെ ഉണ്ടായ സിനിമകളാണ്. മിന്നൽ മുരളി ആക്ച്വലി കോവിഡിന് ശേഷം ഡിസൈൻ ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല. ആ സിനിമ അങ്ങനെ തന്നെയായിരുന്നു പ്രീ കോവിഡ് നമ്മൾ തീരുമാനിച്ചതും. അത് ഷൂട്ട് ചെയ്യാൻ ഒരു അവസരം കിട്ടിയില്ല എന്നേ ഉള്ളൂ. ഷൂട്ട് ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ കോവിഡ് വരെ കഴിയണവരെ വെയിറ്റ് ചെയ്യേണ്ട വന്നേ ഉള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞത് നമ്മൾ സംസാരിച്ചിട്ടുള്ള പോലെയൊക്കെ തന്നെ ആൾക്കാരുടെ സ്കെയിൽ ഒന്നുകൂടെ മാറി. പിന്നെ കമ്മ്യൂണിറ്റി വ്യൂവിങ് കുറച്ചുകൂടെ ഡിമാൻഡ് ചെയ്യുന്ന സിനിമകൾ, ചിരിക്കാനുള്ള സിനിമകൾ എന്നൊക്കെ പറയുന്ന പോലത്തെ സിനിമകളോട് കുറച്ചുകൂടെ ജോണർ സിനിമകൾ എന്നൊക്കെ പറയുന്ന പോലെ സിനിമകളോട് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് ഡെഫിനറ്റ്ലി. ബാക്കി നമ്മൾ തന്നെ പല സിനിമകളും ട്രെയിലർ കാണുമ്പോൾ തന്നെ OTT വരുമ്പോൾ കാണാം എന്ന് തന്നെ ആലോചിക്കാറില്ലേ. അപ്പോൾ അത് ഡെഫിനറ്റ്ലി സാധാരണ ആൾക്കാരും അത് ആലോചിക്കുന്നതിൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സിനിമകൾ ഡെഫിനറ്റ്ലി മാറ്റം വന്നിട്ടുണ്ട് കോവിഡിന് ശേഷം. ശ്രുതി ഇതിൽ ഡോക്യുമെൻ്ററി, മ്യൂസിക് ആൽബം, ഞാൻ മനസ്സിലാക്കുന്ന ഒരു കൾട്ട് ഫാൻസ് ഉള്ള മ്യൂസിക് ആൽബമൊക്കെ ആയിട്ട് ചാനലതൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കോവിഡിന് ശേഷമാണെങ്കിലും പിന്നീടൊക്കെ പല സമയത്തും അതിനൊരു എവർഗ്രീൻ ഓഡിയൻസിനെ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പം സിനിമ ചെയ്തേക്കാം എന്ന തീരുമാനത്തിന് പുറത്താണോ ഓരോ വർക്കും ചെയ്തു തുടങ്ങിയത്, അതോ നേരത്തെ തന്നെ സിനിമയ്ക്ക് മുന്നോടിയായിട്ട് മറ്റു വർക്കുകൾ ചെയ്തിട്ട് സിനിമയിലേക്കുള്ള ഒരു ലോഞ്ച് പാഡ് സെറ്റ് ചെയ്യായിരുന്നു? എന്താ, എല്ലാം സിനിമകളല്ലേ, ഞാൻ എല്ലാത്തിനെയും സിനിമയായിട്ടാണ് കാണുന്നത്. കാരണം ആ മാധ്യമത്തിലൂടെ പുറത്തു വരുന്ന എല്ലാം സിനിമ തന്നെയാണ്. ആ ലെങ്ത് അത് ഇറ്റ് ഡസൻറ്റ് റിയലി മാറ്റർ. അതിൻ്റെ ദൈർഘ്യമോ അതല്ലെങ്കിൽ അത് പറഞ്ഞു വെക്കുന്ന ആശയമോ അതൊക്കെ വ്യത്യസ്തമാകാം. പിന്നെ അത് കൺസീവ് ചെയ്ത രീതി വ്യത്യസ്തമാകാം. പക്ഷെ ഇതെല്ലാം സിനിമകളാണല്ലോ. ഡോക്യുമെൻ്ററി ഒരു തരം സിനിമയാണ്. മ്യൂസിക് വീഡിയോ അതേ മാധ്യമത്തിൽ തന്നെ പുറത്തു വരുന്ന ഒരു തരം സിനിമയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഐ എം എ ഫുൾ ടൈം ഫിലിം മേക്കർ ദാറ്റ് വേ. ഇത് തൊഴിലാണ് എനിക്ക്. ഇതുകൊണ്ടാണ് കഞ്ഞി കുടിച്ച് പോകുന്നത്. സത്യം പറഞ്ഞാൽ സിനിമ ചെയ്തപ്പോൾ കഞ്ഞുകൂടി കുറച്ച് മുട്ടി എന്നുള്ളതാണ് വാസ്തവം. അതുവരെ റെഗുലറായിട്ട് കുഞ്ഞു കുഞ്ഞു വർക്കൊക്കെ ചെയ്ത് സമാധാനപരമായി ജീവിച്ചുകൊണ്ടിരുന്ന ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സത്യം പറഞ്ഞപ്പോൾ ഒരു 2 വർഷമായിട്ട് അതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് ചെറിയ വർക്കിന് എന്നെ ഒരാളും വിളിക്കുന്നില്ല. ആ ഒരു പ്രതിസന്ധിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് കയറിയിട്ട് ഞാനുണ്ടല്ലോ ഇവിടെ, നിങ്ങൾ എന്തിനാ വേറെ ആളെ നോക്കുന്നതെന്ന് പറയേണ്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്കെപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ എന്ത് വർക്കാണെങ്കിലും ആ ഒരു മാധ്യമവുമായി നിരന്തരം ഇടപെടുക, അതാണ് എനിക്ക് സന്തോഷം തരുന്നത്. അത് ആഡ്സ് ആയിരിക്കാം, കോർപ്പറേറ്റ് ഫേംസ് ആയിരിക്കാം, ഡോക്യുമെൻ്ററികളായിരിക്കാം, മ്യൂസിക് വീഡിയോ ആയിരിക്കാം, എന്തും ആവാം. സോ അതാണ്, ദാറ്റ്സ് ഹൗ ഐ പെർസീവ് ഇറ്റ്. പക്ഷേ ഓഫ് കോഴ്സ് ഫീച്ചർ ഫിലിം ചെയ്യാന്ന് പറയുന്നത് എല്ലാവരെ പോലെ എനിക്കും കുറേ വർഷങ്ങളായിട്ടുള്ള സ്വപ്നമായിരുന്നു. പിന്നെ അതിനൊരു അവസരം കിട്ടിയത് ഡെഫിനറ്റ്ലി ഈ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റ് വന്നപ്പോഴാണ്. അപ്പം ഞാൻ വിചാരിച്ചു വലിയ തട്ടുമുട്ടൊന്നും ഇല്ലാതെ കഞ്ഞികൂടി മുട്ടാതെ അത് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിലും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇറ്റ്സ് നോട്ട് ഈസി. ലൈക്ക് അതിലൊരുപാട് ഗുണങ്ങളുണ്ട്. കാരണം എൻ്റെ സിനിമ മനീഷ് കണ്ടതാണല്ലോ. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ അതൊരു ശരിക്കും ഒരു പൊളിറ്റിക്കലി എന്താ പറയുക, ഒരു പൊളിറ്റിക്കലി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ പറഞ്ഞു വയ്ക്കുന്നൊരു സംഗതിയാണ്. അപ്പം അങ്ങനൊരു സംഭവത്തിന് ഒരു പ്രൈവറ്റ് പ്രൊഡ്യൂസറെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് നോട്ട് ഈസി. അപ്പോൾ എനിക്ക് ഗവൺമെൻറ് ആയതുകൊണ്ടാണ് പ്രത്യേകിച്ച് അതിൽ മാറ്റങ്ങളൊന്നും വരുത്താതെ, കണ്ടൻറ്റിൽ മാറ്റങ്ങളൊന്നും വരുത്താതെ ആ രീതിയിൽ അത് ചിത്രീകരിക്കാൻ പറ്റിയത്. അങ്ങനൊരു ഗുണമുണ്ടായി. പക്ഷേ ഇനിയും എന്നും വർക്ക് ചെയ്യണം, അതാണ് ആഗ്രഹം. ജിയോ, കാതലിന് ശേഷവും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം കാതൽ OTT സ്ട്രീമിങ്ങിന് ശേഷം ഇപ്പോൾ ഹൻസൽ മേത്തയെ പോലുള്ളവർ ഒരുപാട് പേര് ഇപ്പം അതിൻ്റെ ഒരു ഡിസ്കഷൻ നമുക്ക് ഇതര ഭാഷയിൽ നിന്ന് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒപ്പീനിയൻ വരുന്നൊരു സമയത്താണ്. ജിയോ ശരിക്ക് സിനിമ ചെയ്തേക്കാമെന്ന് തീരുമാനിച്ചത് എപ്പോഴാണ് ശരിക്കും? അത് സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ അതെ. എനിക്ക് തോന്നുന്നത് ഒരു 8ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് സിനിമ എന്താണെന്ന് അറിയത്തില്ല. 8ൽ 9ലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു തരം ഫിലിം മേക്കറാണ്, നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. എനിക്കൊരു കൂട്ടുകാരനുണ്ട്, രാജേഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളുടെ പ്രധാന പണി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അധ്യാപകർ, ഞങ്ങളൊരു ബോയ്സ് സ്കൂളാണ്. സോ
കുറച്ച് നമുക്ക് സെൻസേർഡ് ചെയ്യാത്ത കണ്ടന്റുകളാണ് ഞങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നത്. കുറച്ച് ആയിരിക്കും അതിൽ കഥാപാത്രങ്ങൾ അധ്യാപകരായിരിക്കും. ലേഡീസ് ടീച്ചേഴ്സ് ഇല്ല ഞങ്ങളുടെ സ്കൂളിൽ. സോ ഈ അധ്യാപകരെ വെച്ചുള്ള കഥകൾ ഇന്നൊരു കഥ പറഞ്ഞാൽ അതിൻ്റെ ബാക്കി നാളെ പറയണം. അതൊരു സീരീസാണ്. അത് 8ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങി ഏകദേശം 10ാം ക്ലാസ് വരെ പോയിട്ടുള്ള കഥകളുണ്ട്. അപ്പോൾ ഈ ഒരു കഥ തീർന്നു കഴിഞ്ഞാൽ അടുത്ത സിനിമയുടെ കഥ സിനിമയായിട്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഒരു സാറ് ഒരു പെണ്ണ് കാണാൻ ഒരു വീട്ടിൽ നടത്തുന്നതാണ് ഒരു കഥ തുടങ്ങുന്നത്. കല്യാണം കഴിക്കാതെ ഒരു പ്രായമായ ഒരു സാറുണ്ട്. അയാളുടെ കഥ എന്ന് പറഞ്ഞാൽ അങ്ങ് പോവുക. അയാൾ പെണ്ണ് കാണാൻ പോയി, പിന്നീട് അയാൾ ആ വീട്ടിൽ താമസക്കാരനായി, അവിടുത്തെ ഒരു പണിക്കാരനായി, അയാൾ ഇങ്ങോട്ട് സ്കൂളിലോട്ട് വരുന്ന കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നിട്ട്. അപ്പോൾ ഇതെല്ലാം ഫണ്ണാണ്. ഇതിങ്ങനെ ചെയിൻ പോലെ പറഞ്ഞാൽ അവസാനം നമുക്കിത് ബുദ്ധിമുട്ടാകുമ്പോഴാണ് ഈ കഥ നിർത്തുന്നത്. നമുക്കിത് ഞാനൊരു ആഴ്ചയോടെ ആലോചിച്ച് തീരുമാനിക്കും ഇതിന് നിർത്താതെ ഇതിന് നമുക്ക് പറ്റത്തില്ല. കാരണം അന്ന് നമുക്ക് വൈകുന്നേരം വീട്ടിൽ പോയിട്ട് ഫോണിൽ കൂടെ സംസാരിക്കാനുള്ളൊരു സൗകര്യം ഇല്ല. രാവിലെ ഇച്ചിരി നേരത്തെ വന്ന് ഞാനും അവനും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ ഉച്ചയ്ക്ക് ബ്രേക്കിന് കഥ പറയുന്നത്. അപ്പോൾ 8ലും 9ലും തുടങ്ങിയ കഥയാണ് 10ൽ അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി. സെക്സ് കഥകൾ, അങ്ങനത്തെ സിനിമകളൊക്കെ ആയിരുന്നു കൂടുതലും ടോട്ടലി ഫണ്ണായിട്ടുള്ള. അപ്പോൾ 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഫിലിം മേക്കറാണ്. പക്ഷേ ഇത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. 8ൽ ഞാൻ സിബി മലയിൽ അയച്ച കത്ത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഇപ്പോഴും ഇരിപ്പുണ്ട്. അതിൻ്റെ ഒരു വേർഷൻ അതിൻ്റെ അകത്ത് ഒന്നുകൂടെ പോളിഷ് ചെയ്തിട്ട് ഞാൻ സിബി മലയിൽ സാറിന് അയച്ചിരിക്കുന്നത്. അത് ഞാൻ സിബി സാറിനോട് ഇവിടെ പറഞ്ഞു. അപ്പോൾ അവിടെ മുതലേ ശ്രമങ്ങളുണ്ട്. പിന്നീട് നമ്മൾ പ്രീ ഡിഗ്രിയാണ് പഠിക്കുന്നത്. ആ സമയത്താണ് എനിക്ക് തോന്നുന്നത് സിനിമാ സംബന്ധമായിട്ട് ഷോർട്ട് എന്താണ്, സീൻ എന്താണെന്നൊക്കെ ഉള്ളൊരു മനസ്സിലാക്കുന്നത്. അതിനുശേഷം കോളേജ് പഠിക്കുന്ന സമയത്ത് ഷോർട്ട് ഫിലിം ചെയ്ത് നോക്കുന്നു, 50 പരാജയപ്പെടുന്നു, കോളേജിൽ നിന്ന് പുറത്തായി. അത് പിന്നീട് അതൊക്കെ 2007ലാണ്. 2002 പ്രീ ഡിഗ്രി കഴിഞ്ഞ് 3 കേരളത്തിലാദ്യത്തെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഒരു പടം ചെയ്ത് നോക്കുക, ഭയങ്കര പരാജയപ്പെട്ടു പോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും രസം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 2005 ആകുമ്പോൾ ഞാനൊരു ആൽബം ചെയ്യുന്നുണ്ട്, വീഡിയോ ആൽബം. 5ലോ 6ലോ അത് എഡിറ്റ് ചെയ്യുന്നത് മഹേഷാണ്. അപ്പൊ മഹേഷ് എന്ന് പറയുന്നത് പരിചയമുണ്ടെന്ന്. മഹേഷ് എന്ന് പറയുന്നത് ഇത് 2006ലോ 5ലോ 6ലോ മഹേഷ് ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ മഹേഷ് പോപ്പുലർ ഫിലിം എഡിറ്റർ VKDPയുടെ പടം ചെയ്തിട്ടുണ്ട്. മഹേഷ് ഇത് എടുത്തോണ്ട് പോകാൻ പറഞ്ഞു മഹേഷിന്റെ ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, എന്റെ ഫ്രണ്ട് നോബിനാണ് ഞങ്ങളോട് കൊണ്ടിരുന്നത്. അവസാനം മഹേഷ് ഇതാണ് ബോറായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. മഹേഷ് ഇതെല്ലാം അതെ നീൽ ഡി കുഞ്ഞാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അവസാനം മഹേഷ് ഇതെടുത്ത് എന്തൊക്കെയോ കാണിച്ചിട്ട് മഹേഷ് ഇത് എന്തേലും കാണിച്ചൊന്ന് മഹേഷ് എന്തൊക്കെ കാണിച്ചൊന്ന് പുകച്ചു തരിക എന്നൊക്കെ നമ്മളതിന് പറയുന്നത്. മഹേഷ് ഒന്ന് പുകച്ചു തന്നു. അതാണ് റിലീസ് ചെയ്തിട്ട് ഈ ഏഷ്യാനെറ്റിലെ മിസ്റ്റിലൊക്കെ കുറെയൊക്കെ കളിച്ചിട്ടുണ്ട് അത്. അപ്പം അങ്ങനെ തുടങ്ങിയത് ഈ സ്കൂളിലെ സാർമാരുടെ കഥയാണ് നമ്മള് ഫിലിം മേക്കിങ്ങിന്റെ ഒരു ബേസ്. അതെ അതെ അതെ. ഈ മ്യൂസിഷ്യൻ ആണെന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മ്യൂസിക് ഡയറക്ടർ കൊടുക്കാൻ 10,000-15,000 രൂപ ഇല്ല. അപ്പോൾ വേണ്ട, ഞാൻ തന്നെ മ്യൂസിക് ചെയ്തോളാം. എന്നിട്ട് അത് നമ്മൾ തന്നെ ഒരു പാട്ടങ്ങ് ഉണ്ടാക്കുക. ഇത് നമ്മുടെ തന്നെ തീരുമാനം. ഈ പാട്ട് കൊള്ളാമെന്ന് ചോദിച്ചാൽ മ്യൂസിക് ഡയറക്ഷൻ നമ്മൾ പിന്നീട് നിർത്തി. കാരണം അത് നമുക്ക് പറ്റുന്ന പരിപാടിയല്ല എന്ന് വെച്ചിട്ട് അങ്ങ് നിർത്തി. നമുക്ക് നമ്മുടെ ക്രൈസും ഫിലിം തന്നെയാണ്, ഫിലിം മേക്കിംഗ് തന്നെയാണ്. അതൊരു സമയത്ത് അങ്ങ് നിർത്തി. പിന്നെ ഇതിലേക്ക് വന്നു. ഇങ്ങനെയൊക്കെയാണ് സ്കൂളിൽ നിന്ന് തുടങ്ങിയതാണ് സംഭവം. പ്രധാന പരിപാടി ഇത് തന്നെയായിരുന്നു. ഈ അധ്യാപകർ കഥാപാത്രങ്ങളാകുന്ന സിനിമകൾ പീഡിപ്പിച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്ത സമയത്ത് അല്ലേ? സത്യം നമ്മള് ഞാനും നീലും കൂടെ അവിടുന്ന് ഞങ്ങൾ താഴോട്ടൊരു ചായ കുടിക്കാൻ ഇറങ്ങുമ്പോൾ ഞങ്ങൾ കരച്ചില്ല. മഹേഷിന് കുറച്ചുകൂടെ മാന്യമായിട്ട് പെരുമാറും. ഫിലിം മേക്കേഴ്സിന് ഇല്ലില്ല, അതെന്ന് വെച്ചാൽ മഹേഷിന്റെ ക്ഷമയെ പരീക്ഷിക്കുന്ന സാധനങ്ങളായി എടുത്തു വെച്ചിരിക്കുന്നത്. ഈ സാധനം ആ സാധനം കൂടെ ജോയിൻ ചെയ്ത് തരാൻ മഹേഷിന് പറ്റണ്ടേ? നമുക്ക് ഒരു 2 വൈറ്റ് ഷോട്ടൊക്കെ ജോയിൻ ചെയ്യാൻ പറയാം ഞങ്ങള്. പഠിക്കുന്നോണ്ടിരിക്കുന്ന സമയം പഠിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ സമാനമായ സംഗതി എനിക്കൊന്ന് പോത്തനും വളരെ നേരത്തെ എനിക്ക് സിനിമയുടെ ഫോമിന് മുമ്പ് തന്നെ മ്യൂസിക് വീഡിയോസ് അല്ലെ ഷോർട്ട് ഫിലിംസ് അത്തരം പ്രൊഡക്ഷൻസിൽ കൂടി അല്ലെ അങ്ങനെ ചെയ്യാൻ കൂടി ആലോചിച്ചല്ലേ സിനിമയിൽ ഒറ്റ സ്റ്റെപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി വരിക എന്നുള്ളൊരു പ്ലാനിലല്ലോ ഉണ്ടായിരുന്നത് അല്ലേ? അല്ലല്ല, അന്ന് സിനിമ അത്ര അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടല്ല, സിനിമ ചെയ്യാന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അന്ന് സജീവമായിട്ടുള്ള നമുക്ക് ഇമ്പ്രസീവ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെയൊക്കെ കോൺടാക്ട് ചെയ്യുക, അസിസ്റ്റന്റ് ഡയറക്ടർ ആകാൻ വേണ്ടിയിട്ട് അങ്ങനെ ശ്രമിക്കുക എന്നുള്ളതല്ലാതെ വേറെ അങ്ങനെ റൂട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് അപ്പോൾ ഇങ്ങനെ അന്നേരപ്പോഴും നമുക്ക് ഇത്രയും പോപ്പുലർ ആയിട്ടില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ടെലി സിനിമകൾ ഈ DV കാസറ്റുകൾ ഒന്ന് അന്നേരപ്പോൾ കുറച്ചും കൂടെ നമുക്ക് സാധ്യമാകാൻ തുടങ്ങി. അതിനുവേണ്ടി അങ്ങനെ അപ്പോൾ ഇങ്ങനെ ചെറിയ മിനി ഡി വി ചീപ്പായി 100 രൂപയ്ക്കൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ ചെറുതായിട്ട് പരീക്ഷണങ്ങൾ നടത്താൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ സുഹൃത്തുക്കളുടെ കൂട്ടായ ശ്രമങ്ങൾ ഉണ്ടാവാറുണ്ട്. അല്ല, എൻ്റെ ഒരു
സുഹൃത്ത് ഈ ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ കണ്ണൂർ ഒരു ACV-യിൽ നിന്റെ പേരിലൊരു പാട്ട് കിടക്കുന്നുണ്ട്. റീസെന്റ് എന്തോ ഇങ്ങനെ ഈ രാവിലെ എന്തോ ഭക്തിഗാനം പ്ലേ ചെയ്തു വന്നപ്പം ഞാൻ ഏതോ അമ്പലത്തിൽ ചെയ്തിട്ടുള്ള സാധനം കിടക്കാൻ നിന്റെ പേര് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആരോടും ഈ ക്രിസ്മസ് സ്പെഷ്യൽ സോങ് ഒക്കെ ആ സമയത്ത് ചെയ്തിട്ടുണ്ട്. ഈ ബേസിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞ കഥ തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും ഷോർട്ട് ഫിലിം എന്നുള്ളത് ചെയ്യുന്നു, ഈ ഷോർട്ട് ഫിലിം ഓഡിയൻസ് കാണുന്നു, ഇത് ഏതെങ്കിലും ഫിലിം മേക്കറുടെ ശ്രദ്ധയിൽപ്പെടുന്നു, അവിടെ അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ സിനിമയിലേക്കുള്ളൊരു സ്റ്റെപ്പായിട്ട് ഷോർട്ട് ഫിലിം മാറുമെന്ന തീരുമാനത്തിൽ തന്നെയല്ലേ ഒരു ഷോർട്ട് ഫിലിം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്? അതെ, അത് ആ സമയത്ത് ഈ പറയുന്ന ഷോർട്ട് ഫിലിംസ് അങ്ങനെ അധികം ജിയോ ചേട്ടനൊക്കെ ഉണ്ടാക്കിയ പോലത്തെ അല്ലാതെ ഞാൻ ഷോർട്ട് ഫിലിം ആരും കാണിക്കാൻ കൊള്ളത്തില്ല. ഞാൻ യൂട്യൂബിലൊന്നും ഇട്ടിട്ടില്ല. അതായത് ആ സമയത്ത് ഏറ്റവും മോശം വർക്കുകൾ ഒന്നാണ് ഈ അത് ആൽബം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ബാക്കിയെല്ലാം ഇട്ടിട്ടുള്ള ഞാൻ ഇങ്ങോട്ട് വരുന്ന ഫിലിം ഫീൽഡിലേക്ക് എത്തി എന്നൊക്കെ തോന്നിയ സമയത്ത് ഡിലീറ്റ് ചെയ്യിച്ചു. 2010, 11, 12 ആ സമയത്തൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്ന ഷോർട്ട് ഫിലിംസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സോഷ്യൽ മെസ്സേജ് പറയാം. അവസാനം ഷോർട്ട് ഫിലിം തീരുമ്പോൾ ഒരു ബ്ലാക്ക് സ്ക്രീനിൽ മെസ്സേജ് കാണിക്കും, വാട്ടർ സ്കാർസിറ്റി, മറ്റേ ഡു സംതിങ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, സഹായം, സഹായിക്കുക, അങ്ങനെ കൈൻഡ്നെസ് എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ. അപ്പോൾ ആ സമയത്താണ് കുറച്ച് കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഷോർട്ട് ഫിലിംസ് എന്ന് പറയുന്നത്, കോമഡിയൊക്കെ. ഞാനും ഇതുപോലത്തെ ഓർമ്മ ചെയ്തായിരുന്നു. പക്ഷേ അതെ അതെ, നമ്മുടെ ഉപദേശം അത് ആ ഉപദേശം ഇതുപോലത്തെ ഒരു ക്രിഞ്ച് ഉപദേശമായിരുന്നു. അത് കാരണം ഞാൻ അതിനെ പുറത്തിറക്കിയില്ല. അപ്പോൾ അത് കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനത്തെ ഹ്യൂമർ കമേഴ്ഷ്യൽ ഷോർട്ട് ഫിലിംസ് എന്ന് പറയുന്നത് ഈ തമിഴിലൊക്കെ ആ സമയത്ത് ഭയങ്കര ട്രെൻഡായിരുന്നല്ലോ. ഈ കാർത്തിക് സുബ്ബരാജ്, നടൻ കുമാരസ്വാമി, നാളെ അതിന്റെ പേര് എനിക്ക് പറയാൻ അറിയാത്തോണ്ടാ. അതെ അതെ, നാളെ ഇനൈക്കുനർ. അപ്പൊ അതെപ്പോഴും തെറ്റിപ്പോകും, അതുകൊണ്ട് ഞാൻ പറയായിരുന്നു. ഓക്കെ, ആ പരിപാടിയിലൊക്കെ കുറേ ഷോർട്ട് ഫിലിം മേക്കേഴ്സ് പുതിയതായിട്ട് വന്നു. അപ്പൊ അങ്ങനെ ഈ ബാലാജി മോഹൻ എന്നൊക്കെ പറയുന്ന ഡയറക്ടർ ഒരു ഷോർട്ട് ഫിലിം എടുത്തിട്ട് ആ ഷോർട്ട് ഫിലിം സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആക്ടർ കണ്ടിട്ട് നമുക്കിത് സിനിമയാക്കാന്ന് പറഞ്ഞിട്ട് പുള്ളീനെ സിനിമയിലേക്ക് അങ്ങനെ പുള്ളി സിനിമ ചെയ്യുന്നു. മയക്കം എന്താ, അയ്യോ നടുവിൽ കൊഞ്ചം അല്ല, ബാലാജി ഒരു ലവ് സ്റ്റോറിയാ. കാളിദാസിനെ വെച്ച് പടം ചെയ്ത ആളുടെ ആദ്യത്തെ പടം അല്ലേ? മാരിയുടെ ഡയറക്ടർ. മറ്റേ ബാലാജി അത് ബാലാജിയുടെ പടം, ഇതുപോലെ എന്തോ പേര്. അപ്പൊ അതൊരു സിനിമ ആവുന്നു. അപ്പൊ അതൊരു ഷോർട്ട് ഫിലിം എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ, അപ്പൊ യൂട്യൂബ് ഒക്കെ ഇങ്ങനെ തുടങ്ങി വരുന്നേ ഉള്ളൂ. യൂട്യൂബ് എന്നൊക്കെ പറയുന്നത് അല്ലല്ല, ഇതൊരു അമലാപ്പോളും ഒക്കെ അതെ അമലാപ്പോളും സിദ്ധാർത്ഥും പേര് മറന്നു. അപ്പോൾ യൂട്യൂബ് നമുക്ക് ഇന്റർനെറ്റ് മറ്റേ ബ്രോഡ്ബാൻഡിലേക്ക് കടക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ ഇത് ക്ലിക്ക് ചെയ്ത് കുറച്ച് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് ഇതിങ്ങനെ ഒരു മാധ്യമം വരുന്നു. അപ്പോൾ അതിലങ്ങനെ ഷോർട്ട് ഫിലിംസ് വരുന്നു. ഞങ്ങളും കോളേജിൽ പഠിക്കുമ്പോൾ ഈ ഷോർട്ട് ഫിലിംസ് ഒക്കെ കണ്ടിട്ടുണ്ട്, ഇവരുടെയൊക്കെ ഷോർട്ട് ഫിലിംസ്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരെണ്ണം ബാലാജി മോഹൻ എന്ന് പറഞ്ഞ ഡയറക്ടർക്ക് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതൊരു പുതിയൊരു വേ ഓഫ് ഓപ്പണിംഗ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ട്രൈ ചെയ്തതാണ്. അപ്പോൾ അത് അങ്ങനെ ആ രീതിയിൽ തന്നെ അത് ഈ പറയുന്ന യൂട്യൂബിലിറക്കി, സോഷ്യൽ മീഡിയ വഴി തന്നെ ഫേസ്ബുക്കിൽ മെസ്സേജായിട്ട് അയച്ചു. വിനീത് ശ്രീനിവാസൻ ആ മെസ്സേജ് കാണുന്നു. അങ്ങനെ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന, ലോകത്തിന് അറിയാവുന്ന കഥയാണ്. അതെ, ഈ പിന്നെ ദിലീഷ്, ഈ മഹേഷിന്റെ പ്രതികാരം ഇറങ്ങിയ ഇപ്പൊ നമ്മളിത് സംസാരിക്കുന്ന സമയത്ത് ട്രാഫിക്കിന്റെ 13ാമത്തെ വർഷമായി, കഴിഞ്ഞ ദിവസമായിരുന്നു. ഈ മഹേഷിന്റെ പ്രതികാരം വന്ന സമയത്ത് നമുക്കറിയാം 2015 ശേഷം ഈ ഡിജിറ്റലിലൊക്കെ വലിയ റെവല്യൂഷനൊക്കെ മലയാള സിനിമയിൽ വേറൊരു മാറ്റം വരുന്നു. കഥ പറച്ചിൽ രീതി മാറുന്നു, ഫിലിം മേക്കേഴ്സ് മാറുന്നു, അപ്രോച്ച് ഷൂട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ വലിയ മാറ്റം വരുന്നു, ആക്ടേഴ്സ് കുറേ പുതിയതായിട്ട് വരുന്നു. മഹേഷിന്റെ പ്രതികാരം വരുന്ന സമയത്ത് ഒരു നെക്സ്റ്റ് ഫേസ് പോലെയാണ് ആളുകൾ കാണുന്നത്. ഇതിൻ്റെ ഒരു അടുത്ത ഘട്ടമായി സിനിമാറ്റിക് റിയലിസം എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ പോലും മലയാളിയുടെ പല കാലത്തെ സിനിമകൾ ഒന്നിച്ച് വന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. പക്ഷെ അതേസമയം തന്നെ ഭയങ്കര റൂട്ടുള്ള, നമ്മൾ ഈ പറയുന്ന മറ്റു ഭാഷയുടെ കാര്യത്തിൽ ക്ലെയിം ചെയ്യുന്ന ഒരു ഒറിജിനൽ സിനിമ എന്നുള്ള സംഗതി വരുന്നത്. സിനിമ ആലോചിക്കുന്ന സമയത്ത് ഇതിപ്പം ഇതിൻ്റെ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സിനിമ ആലോചിക്കുന്ന സമയത്ത് എൻ്റെ ആദ്യ സിനിമ ഇങ്ങനെയാവണം എന്നൊക്കെ ഏതെങ്കിലും ഘട്ടത്തിൽ ഇനീഷ്യൽ ഈ പറയുന്ന ഷോർട്ട് ഫിലിം ഇതൊക്കെ ചെയ്യുന്ന കാലത്തോ അല്ലെങ്കിൽ പലരെയും അസിസ്റ്റ് ചെയ്യും, അസോസിയേറ്റ് ചെയ്യും, ചീഫ് അസോസിയേറ്റ് ആവുന്ന കാലത്തൊക്കെ ആലോചിച്ചിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ ഈ രൂപത്തിലായിരിക്കണം, ഇങ്ങനെയൊരു. എൻ്റെ ആദ്യത്തെ സിനിമ തിയേറ്ററിൽ ഒരു 50 ദിവസം ഓടണം എന്നുള്ളതായിരുന്നു എൻ്റെ എല്ലാ കാലത്തെയും ആഗ്രഹം. ഫസ്റ്റ് ഗോളായിട്ട് ഞാൻ കരുതുന്നത് 50 ദിവസം ഓടുന്ന പടം. എന്നാൽ മാത്രമേ എനിക്കൊരു
അടുത്ത സിനിമയ്ക്ക് ഒരു പ്രൊഡ്യൂസറെ കിട്ടുള്ളൂ എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ആദ്യത്തെ പടത്തിന് വേണ്ടിയിട്ട് എല്ലാ കാലത്തും മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മഹേഷ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും എല്ലാം ഞാൻ അത് ഉറപ്പുവരുത്താൻ മാക്സിമം ശ്രമിച്ചിരുന്നു. അങ്ങനെ 50 ദിവസം തിയേറ്ററിൽ ഓടുന്ന ഒരു സിനിമ ഏറ്റവും വൃത്തിയായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ശ്രമമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇങ്ങനത്തെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഞാൻ സിനിമകൾ ആലോചിച്ചിരുന്നു. അപ്പോൾ അതുവരെ ഇൻഡസ്ട്രിയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ നമ്മൾ ഒന്ന് കമ്പയർ ചെയ്തിട്ടും കൂടിയായിരിക്കും എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു സാധ്യത ഉണ്ടായി. അപ്പം നിലവിൽ ഇങ്ങനത്തെ സിനിമകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിലെങ്ങനെയാണ് ഒരു അപ്ഡേഷൻ കൊണ്ടുവരാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ലെവൽ എന്തെങ്കിലും എന്നൊക്കെയുള്ള ആലോചനകളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഇത് ഇത്രയൊക്കെ ഉള്ളൊരു സിനിമയുടെ എന്താ പറയുക ആദ്യം മുതലുള്ള കാര്യം ഈ 50 ദിവസം തിയേറ്ററിൽ ഓടുക എന്നുള്ളത് തന്നെയായിരുന്നു ഞാൻ ഏറ്റവും പ്രയറായിട്ട് മനസ്സിൽ കരുതിയത്. പക്ഷെ നമ്മളെപ്പോഴും പറയില്ലേ, എപ്പോഴും എല്ലാ സംവിധായകരും ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കേൾക്കുന്ന ഒരുപാട് വാക്കുകളാണ്. ജഡ്ജ്മെൻ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതെന്താവും, അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ പിടിച്ചിരുത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ലാഗ് ഉണ്ടോ, കേൾക്കുന്ന ആ സമയത്ത് ഏറ്റവും കൂടുതൽ പല ഭാഗത്തുനിന്നായി കേൾക്കുന്ന വാക്കാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഇറങ്ങിയ സിനിമകളുടെ ഒരു സ്വഭാവത്തിലല്ല മഹേഷിൻ്റെ പ്രതികാരം. പക്ഷെ മഹേഷിൻ്റെ പ്രതികാരത്തിൽ കാരണം ഈ പടം ഇറങ്ങിയ ദിവസം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ദിലീഷിന് അത് ഓർമ്മയുണ്ടല്ലോ. കാരണം ഞാൻ ഈ സിനിമ 2 പ്രാവശ്യം ആദ്യത്തെ ദിവസം കണ്ടു എന്നാണ് ദിലീഷിനോട് പറഞ്ഞത്. ഞാൻ ആദ്യത്തെ ദിവസം കണ്ടു, രാത്രി വീണ്ടും പോയി കണ്ടു എന്ന്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ദിലീഷിനോട് ആദ്യമായിട്ട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്താ ഉള്ളത് ആ സിനിമയിൽ എന്തെങ്കിലും കുഴപ്പം തോന്നിയോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒരു കോൺഫിഡൻസ് ലെവൽ എവിടെയാണ് ദിലീഷ് സെറ്റ് ചെയ്തിരുന്നത് സിനിമയുടെ കാര്യത്തിൽ? ഈ ഒരു സിനിമ ചെയ്യുമ്പോഴാണോ മഹേഷിൻ്റെ കാര്യത്തിൽ? ഇത് തന്നെയായിരുന്നു. ഞാനൊരു എന്നിൽ ഒരു ഓഡിയനെ ആസ്വദിക്കുന്നുണ്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്നൊക്കെ ആ മീറ്റർ വെച്ചിട്ടേ നമുക്ക് അതിനെ അളക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാനിങ്ങനെ അളക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ സംഘമൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയ ഘട്ടത്തിൽ തന്നെ ഇത് ഓരോ സീനും എങ്ങനെയായിരിക്കും തിയേറ്ററിൽ റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രഡിക്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. എങ്ങനെ ഇമോഷണലി കണക്റ്റ് ആവും. അപ്പം ഇതിപ്പം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഈ പോയിന്റ് ആളുകളൊക്കെ ഒരു കുറച്ച് ശതമാനം ആളുകളെ കണ്ണ് നിറയ്ക്കുന്ന സീനുകളാണ്, അല്ലെങ്കിൽ ഇവിടെ ചിരി പൊട്ടും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിരുന്നു നമ്മൾ. അങ്ങനെ എല്ലാവരും ജഡ്ജ് ചെയ്യും. അങ്ങനെ ഒരു കോമൺ ലിസ്റ്റ് ഉണ്ടാക്കി അങ്ങനത്തെ ഒരു എക്സ് ഫാക്ടർ എല്ലാ 10 മിനിറ്റിനുള്ളിലും സിനിമയിൽ സംഭവിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയൊക്കെയുള്ള കൊമേഴ്ഷ്യലായിട്ടുള്ള ക്രോസ് ചെക്കിങ്ങുകൾ നടത്തിയിരുന്നു. പക്ഷേ എനിക്കൊന്ന് ഈ അലൻസിയറിൻ്റെ ഒക്കെ ഡയലോഗ് മറ്റേ കരയിപ്പിക്കാതെ നിങ്ങൾ പോലും ആലോചിക്കുന്ന ഇതിന് ഓപ്പോസിറ്റായി റിയാക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇമോഷൻസ് മാറി വർക്ക് ചെയ്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഘട്ടങ്ങളുണ്ടാകും. ചിലപ്പോൾ നമുക്ക് ആദ്യ ഘട്ടത്തിൽ ശരിയെന്ന് തോന്നി, അന്നേരം എനിക്ക് തോന്നുന്ന നമ്മൾ കുറച്ചും കൂടെ കൺഫ്യൂസ്ഡ് ആണ്. പലരുടെ അഭിപ്രായം ചോദിക്കാനൊക്കെ ടെൻഡൻസി കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യം ഇപ്പം പേര് തന്നെ ആദ്യ ഘട്ടത്തിൽ എനിക്ക് ഒരുപാട് ആൾക്കാരുടെ പെട്ടെന്ന് ഞാൻ ഈ പേരങ്ങ് തീരുമാനിച്ചപ്പോഴത്തേക്കും ആളുകൾ ഭയങ്കര സുഹൃത്തുക്കളായിട്ടുള്ളവരൊക്കെ ആളുകൾ പേരൊരു അലമ്പ് പേരാണ്, ഒരു നാടകത്തിൻ്റെ പേര് പോലെ പഞ്ചില്ല എന്നൊക്കെയുള്ള പരാതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കൺഫ്യൂസ്ഡ് ആകാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ആഷിക്കേട്ടനാണ് അന്ന് പ്രൊഡ്യൂസർ. അപ്പം പുള്ളി എനിക്ക് പക്ഷേ കുറച്ചും കൂടെ ഒരു സപ്പോർട്ട് ശക്തമായിട്ട് തന്നിരുന്നു. നിൻ്റെ കോൺഫിഡൻസ് ഇപ്പോൾ അത് ഓക്കെയാണ് എന്നുള്ളത് പുള്ളി അതിൽ കൺവിൻസ്ഡ് ആയിരുന്നു എന്നൊക്കെ ഉള്ളത് എനിക്ക് ഗുണമായിട്ട്. ബേസിലി ഈ ദിലീഷ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സിനിമ ആലോചിക്കുന്ന തന്നെ ഇത് 50 ദിവസമെങ്കിലും തിയേറ്ററിൽ ഓടണം എന്നുള്ളൊരു ആഗ്രഹവും നിശ്ചയമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഒരു സിനിമ വർക്കാവണമെന്ന് എല്ലാ ഫിലിം മേക്കർ ആഗ്രഹിക്കും. അതിപ്പം എക്സ്പെരിമെൻ്റൽ സിനിമ ചെയ്താൽ ഏത് സിനിമ ഇത് വർക്കാവണം, അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്ക് ഇഷ്ടമാവണം, അവർ ഏറ്റെടുക്കണം എന്ന് ആഗ്രഹിക്കുമല്ലോ. ഈ സിനിമ വർക്കാവണമെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ശരിക്കും ഫിലിം മേക്കർക്ക് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ജഡ്ജ്മെൻറ്റ് പാളി, അല്ലെങ്കിൽ നമ്മൾ ഒരു കരിയറിൽ കത്തി നിൽക്കുന്ന ഒരു ഫിലിം മേക്കർ ചിലപ്പോൾ അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചിട്ട് അടുത്ത സിനിമ അങ്ങനെ ആവണമെന്നില്ല, അമ്പേ പാളി പോകുന്നുണ്ട്. അങ്ങനെ ഒരു ഈ അപ്പ് ആൻഡ് ഡൗൺസ് നമ്മൾ പറയുന്ന സംഗതി നമ്മൾ ഏതാണ്ട് എല്ലാ മാസ്റ്റേഴ്സിലും കണ്ടിട്ട് പോലും ഉണ്ടല്ലോ. അല്ല, ഡെഫിനറ്റ് ഈ ആദ്യത്തെ സിനിമയൊന്നും ചെയ്യുമ്പോൾ അതൊന്നും ആലോചിച്ചിട്ടൊന്നുമില്ല. നല്ല നമുക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ ചെയ്യാം, അങ്ങനെ ആലോചിച്ചിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ പോകും തോറും നമുക്ക് ആദ്യം ഒരു ഇനീഷ്യൽ ഐഡിയ എക്സൈറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു ജഡ്ജ്മെൻ്റ് ഉണ്ടല്ലോ, ഇത് വർക്കാവും എന്ന് തോന്നും. ബാക്കി അത് കഴിഞ്ഞ് ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇത് സാച്ചുറേഷൻ എത്തും. അതിൻ്റെ എല്ലാ പ്രോസസ്സിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇത് പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ എത്തുമ്പോഴേക്കും പിന്നെ ഒരു എത്തുമ്പോഴേ ഇല്ലാതാവും. കണ്ട് നമുക്ക് ഈശ്വര ഇതിപ്പോൾ ഇത് ഓക്കെ ആണോ, അങ്ങനെ നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആവും. പക്ഷെ ഇനീഷ്യൽ ആ ജഡ്ജ്മെൻ്റ് ആണ് ആക്ച്വലി ഒരു സിനിമയുടെ ഇത് നിർണ്ണയിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ആ കേൾക്കുന്ന ഈവൻ സ്ക്രീൻ പ്ലേ പോലും അല്ല, ആ ഐഡിയ നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആ ഐഡിയ കറക്റ്റായിട്ട് ഒരു കരയ്ക്ക് എത്തുന്ന പോലത്തെ ഒരു രീതിയിലുള്ളൊരു സിനിമയാണോ എന്നുള്ള ഒരു സിനിമയുണ്ടോ എന്നുള്ളത് നമ്മളെ അതിൽ നമുക്ക് എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നുണ്ടോ, ആ കഥ നമുക്ക് പറയണം എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ ആ അഡ്വഞ്ചറിലേക്ക് നമ്മളങ്ങ് ഇറങ്ങുവാണല്ലോ. പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, സ്ക്രീൻ പ്ലേയിലേക്ക് വന്ന് അതിൻ്റെ കറക്റ്റായിട്ട് ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ ഏകദേശം അതിലൊരു ഇതിലെത്തുന്നുള്ളൊരു പോയിന്റിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലല്ല അത് ആക്ച്വലി. ആ ജഡ്ജ്മെൻറ്റ്
കുറച്ചായിട്ട് പിന്നെ ആരെങ്കിലുമൊക്കെ വിളിച്ചു വരുത്തി പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ സമയത്തൊക്കെ നമുക്ക് പരിചയമുള്ള നമുക്ക് വിവരമുണ്ടെന്ന് തോന്നുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചേട്ടാ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, എന്താ ഇങ്ങനെ തോന്നി അവരുടെ അടുത്ത് നിന്നൊക്കെ ഇച്ചിരി കോൺഫിഡൻസ് എടുത്ത് കഴിയുമ്പോഴാണ് നമുക്കൊരു സമാധാനം കിട്ടും. കോൺഫിഡൻസ് ഇപ്പം കുഞ്ഞിരാമായണം കഴിഞ്ഞപ്പോഴും ഗോത കഴിഞ്ഞപ്പോഴൊക്കെ വിനീതേട്ടനെയൊക്കെ വിളിച്ചു വരുത്തി ആശാരി എന്താണ് പറ, മിന്നൽ മുരളി കഴിഞ്ഞപ്പോൾ ദിലീഷ് ഏട്ടനെ ഒക്കെ വിളിച്ച് കാണിച്ചായിരുന്നു സിനിമ. അപ്പോൾ അവർക്കൊക്കെ ദിലീഷ് ഏട്ടൻ, മൂസിൻ, പാരാരി ഇവരെയൊക്കെ ഞങ്ങൾ സുഷിൻ്റെ സ്റ്റുഡിയോയിലൊക്കെ ഇരുന്ന് കാണിച്ച. അപ്പോൾ അവർ പറഞ്ഞു ഇവരൊക്കെ അന്ന് പറഞ്ഞെന്താ വർക്കാണളിയ, കൺവിൻസിങ് ആണ്. അതായത് ഈ കൺവിൻസിങ് ആയിട്ട് എടുത്തിട്ടുണ്ട്, ഇങ്ങനത്തെ ഫാൻറ്റസിയാണ് പക്ഷെ അത് കൺവിൻസിങ് ആണ് എന്നുള്ള രീതി തന്നെയാണ് പറഞ്ഞത്. അത് വർക്കാണ് എന്ന് തന്നെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു അവരൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്കൊരു സമാധാനം. ഇത്ര എന്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും സാർ ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മളും കൺഫ്യൂസ്ഡ് ആകും, അതിലൊരു സംശയമില്ല. എല്ലാവരും കൺഫ്യൂസ്ഡ് ആകുമെന്ന് എനിക്ക് തോന്നുന്നു. എത്ര വലിയ ഫിലിം മേക്കർ ആണെങ്കിലും ഒരു 100% കോൺഫിഡൻസ് ഒന്നും ആർക്കും ഉണ്ടാവില്ല എങ്ങനെയൊക്കെ പോയാൽ. ബേസിലാണെങ്കിലും ദിലീഷ് ആണെങ്കിലും ജിയോ ആണെങ്കിലും സിനിമകൾ ചെയ്യുന്നുണ്ട്. അതിൽ ബേസിൽ തുടർച്ചയായിട്ട് ലീഡ് ക്യാരക്ടർ വെച്ചിട്ട് സിനിമയും ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഇപ്പം നിങ്ങളുടെ മുന്നിൽ വരുന്ന സ്ക്രിപ്റ്റ് അതിപ്പം ഡയറക്റ്റ് ചെയ്യാനുള്ളതാണെങ്കിലും അഭിനയിക്കാനുള്ളതാണെങ്കിലും ഒരു കേൾക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ സമയത്ത് എവിടെയെങ്കിലും പ്രേക്ഷകരെ അപ്പുറത്ത് കാണുന്നുണ്ടോ? ഇത് ഇങ്ങനെ പ്രേക്ഷകർ റിയാക്ട് ചെയ്യായിരിക്കും, ഇത് പ്രേക്ഷകർക്ക് വർക്കാവും, അല്ലെങ്കിൽ ഇത് അവർ അയ്യേ എന്ന് പറയാൻ സാധ്യമായിരിക്കും. അങ്ങനെ ഒരു പ്രേക്ഷകരെ ഓപ്പോസിറ്റ് കാണാറുണ്ടോ? അങ്ങനെ കാണാറുണ്ട്. എനിക്ക് രണ്ട് തരത്തിലും സംസാരിക്കാറുണ്ടല്ലോ. ഇപ്പം നമുക്ക് പ്രേക്ഷകരെ ആലോചിക്കേണ്ട, നമ്മുടെ സിനിമ ചെയ്യുക, ബാക്കി അത് എനിക്ക് പക്ഷേ പ്രേക്ഷകർ ഞാൻ ആലോചിക്കാറുണ്ട് ഡെഫിനറ്റ്ലി. ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന സിനിമകളുടെ ബഡ്ജറ്റിൻ്റെ പ്രഷർ ഉണ്ടാവാം. ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതെങ്ങനെയെങ്കിലും തിരിച്ച് റിട്ടേൺ കിട്ടുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. അപ്പോൾ അത് ആ സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള പോലൊരു സിനിമ, ചിലപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സിനിമ ചിലപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ആയിരിക്കാം. പക്ഷേ ആ കോൺഫിഡൻസ് എപ്പോഴും 100% എനിക്ക് ഉണ്ടാവാറില്ല. ഡെഫിനറ്റ്ലി പ്രേക്ഷകരെ ആലോചിച്ചിട്ട് തന്നെയാണ് ഓരോ പോയിന്റുകളും നമ്മുടെ റീസെൻ്റ്ലി ഇറങ്ങിയ കമേഴ്ഷ്യൽ സിനിമകളൊക്കെ എങ്ങനെ വർക്കാവുന്നു, അതിൻ്റെയൊക്കെ ഒരു കറക്റ്റായിട്ടുള്ള ബീറ്റുകൾ എന്തൊക്കെയാണ്, എവിടേക്കാണ് ഓഡിയൻസ് റിയാക്ട് ചെയ്തത്, എങ്ങനെയൊക്കെയാണ് റിയാക്ട് ചെയ്തത്. തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ കൂടെ മാക്സിമം അങ്ങനത്തെ സിനിമകളൊക്കെ തിയേറ്ററിലും കൂടി ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഓഡിയൻസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവുമല്ലോ. ഇപ്പോൾ ഈ കമേഴ്ഷ്യൽ സ്പേസിൽ ഇറങ്ങുന്ന സിനിമകൾ പ്രത്യേകിച്ച് കൈയടിക്കുന്ന എവിടെയൊക്കെയാണ്, എന്തൊക്കെ പോയിന്റ്സിലാണ് അത് അങ്ങനെ വർക്കാവുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ റൈറ്റേഴ്സൊക്കെ ആയിട്ട് ആ സിനിമയുടെ നല്ലതും മോശവും സൈഡും നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് നമുക്ക് എങ്ങനെ അങ്ങനത്തെ പോയിന്റ്സ് നമുക്ക് ഡെഫിനറ്റ്ലി ആ കമേഴ്ഷ്യൽ സിനിമ ഒരു റീസെൻ്റ്ലി 10-20 സിനിമ റീസെൻ്റ്ലി ഹിറ്റായി 20 കമേഴ്ഷ്യൽ സിനിമയെങ്കിലും അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെയാണ് അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ഒരു കമേഴ്ഷ്യൽ സിനിമേനെ അപ്രോച്ച് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി മഹേഷാണ് 2 സ്ട്രീമിലും പടം നോക്കിയിട്ടുണ്ട്. നമ്മൾ എന്താണ് അത് ഓണർ സ്പെസിഫിക് ആണെന്നല്ലാതെ അത് നമ്മൾ ഈ കാറ്റഗറി ആ കാറ്റഗറിയും തിരിക്കേണ്ട കാര്യമില്ല. എന്നാൽ പോലും ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അവിടെ ഒരു തിയേറ്റർ അല്ലെങ്കിൽ ഹൈ പോയിന്റ് കൃത്യമായിട്ടും ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഈ ഫഹദിന്റെ ക്യാരക്ടറിന്റെ പറച്ചില് പോലും അത് അവിടെ ക്ലാപ്പ് വരണം എന്നുള്ള തീരുമാനം റൈറ്റർ, ഡയറക്ടർ, എഡിറ്റർ ഒക്കെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടാവല്ലോ. അതേസമയം തന്നെ ഇപ്പം അറിയിപ്പ് പോലത്തെ സിനിമ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ഓഡിയൻസിനെ ആയിരിക്കില്ല പ്രിഫർ ചെയ്യുന്നത്. അപ്പം മാലിക് എന്നാൽ തിയേറ്ററിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻ തന്നെയാണ്, ഒരു വിഷ്വൽ കൊറിയോഗ്രാഫി. എന്ത് വർക്കാവും എന്ത് വർക്കാവില്ല എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചന നടക്കുമോ? പ്രേക്ഷകരെ മറുവശത്ത് കാണുമോ? എന്താ ഞാൻ നേരത്തെ ദിലീഷ് പറഞ്ഞ പോലെയാണ്, ഞാനിപ്പോൾ തിയേറ്ററിന് വേണ്ടി ഒരു സിനിമ ഉണ്ടാക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 100 പേരെങ്കിലും ആ സിനിമ ഇഷ്ടപ്പെടണം എന്നൊരാഗ്രഹമുണ്ട്. നമ്മൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും നമ്മൾ ആ പറയുന്ന സാധനത്തിനോട് തിയേറ്ററിലേക്ക് വേണ്ടിയിട്ട്. ഇപ്പം മാലിക് ശരിക്കും കൺസീവ് ചെയ്തത് തിയേറ്ററിക്കലായിട്ട് തന്നെ ആലോചിച്ച് അതിനുള്ള മൊമെൻറ്റ്സ് ഉണ്ടാക്കിയ സിനിമയാണ്. പക്ഷേ നമുക്ക് എന്തുകൊണ്ട് നമ്മൾ ആ ഒരു സമയത്തെ ഒരു കാരണം കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല, തിയേറ്ററിൽ ഇറക്കാൻ നമുക്ക് പറ്റിയില്ല. ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ആദ്യം വന്ന കഥ എന്ന് പറഞ്ഞാൽ വളരെ മിനിമലായിട്ടൊരു കഥയാണ്. അതിനകത്തോട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നഴ്സസിൻ്റെ സ്റ്റോറി രണ്ടാമത് ഇൻ്റർവ്യൂ ചെയ്ത് ഉണ്ടാക്കുക. പിന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻ അറിയാം. അപ്പോൾ എനിക്ക് ഒരു ലൈറ്ററായിട്ടുള്ള സിനിമകൾ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ളൊരു ഒരു പരിമിതിയുണ്ട്. ഇപ്പോൾ ദിലീഷും ബേസിലും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ ഇപ്പോൾ വലിയ വിഷയങ്ങൾ ലൈറ്ററായിട്ട് അവർക്ക് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ഗ്രിപ്പുണ്ട്. എനിക്കതില്ല. എനിക്കുള്ളതിനകത്ത് ഈ എവിടെയൊക്കെ എൻ്റെ ഒരു നേച്ചറിൻ്റെ സ്വഭാവം കുറച്ചുകൂടെ ഘനമാണ്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് ചില ഫ്ലേവറിങ് ആവശ്യമുണ്ട്. ആ ഫ്ലേവറിങ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ സി യു സൂണിലേക്ക് വരുമ്പോൾ സി യു സൂണിനകത്ത് ഡിജിറ്റൽ പ്രേക്ഷകരെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ അത് പോസ് ചെയ്യേണ്ട സ്ഥലത്ത് പോസ് ചെയ്യണം. ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെ ഡിസൈൻ ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ ചിന്തിച്ചായിരുന്നു, അതിനകത്ത് ഈ റിമോട്ട് എന്ന് പറയുന്ന സാധനം ഒരു വലിയ ഫാക്ടറാണ്. നമ്മൾ ഈ ഡിജിറ്റലിലേക്ക് പടം ചെയ്യുമ്പോഴേ ഇപ്പോൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നിർത്താം, എവിടെ നിന്ന് വേണമെങ്കിലും ഫോർവേഡ് ചെയ്യാം. ചിലപ്പോൾ ആൾക്കാർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് കാണാം. അപ്പോൾ ഞാൻ സി യു സൂൺ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കാര്യം ആലോചിച്ചായിരുന്നു, റിമോട്ടിലേക്ക് ആൾക്കാരുടെ ശ്രദ്ധ പോകരുത്. റിമോട്ട് അല്ലെങ്കിൽ മൗസോ ഇത് തൊടാൻ തോന്നരുത്. അങ്ങനെ എങ്ങനെ ഇതിനെ ഇൻട്രീഗിങ് ആക്കാം.
അവിടെയാണ് ഈ റീഡിംഗ് റീഡിംഗ് എല്ലാം വന്നിരിക്കുന്നത്. ഇത്രയും ബാക്ക് സ്റ്റോറി എങ്ങനെ പറയാം, എനിക്കൊരു കാരണം പുതിയൊരു സ്പേസിനകത്ത് നിന്നുകൊണ്ട് നമ്മളൊരു ജോഗ്രഫി ഉണ്ടാക്കുകയാണല്ലോ. അപ്പോൾ അത് മൊത്തമായിട്ട് എൻ്റെ തന്നെ ടേബിളിൽ നിന്ന് മുഴുവനായിട്ട് ഇറങ്ങിപ്പോയതാണ്. ബേസിക്കലി നമ്മൾ സ്ക്രിപ്റ്റ് എഴുതിയതും അതേ കമ്പ്യൂട്ടറിൽ തന്നെ, ഇപ്പോൾ ആമസോണിന് മെയിൽ അയച്ചതും അതേ കമ്പ്യൂട്ടറിൽ തന്നെ, DI ചെയ്തിരിക്കുന്നതും അതേ കമ്പ്യൂട്ടറിൽ തന്നെ. മൊത്തത്തിൽ ഒരു ഒറ്റ മെഷീൻ സിനിമ എന്ന് പറയാവുന്ന VFX-ഉം എല്ലാം ഗ്രേഡിങ്ങും എല്ലാം ഓൾമോസ്റ്റ് ഈ വെർച്വൽ ക്യാമറ മൂവ്മെൻറ്റുകളും എല്ലാം ആ കമ്പ്യൂട്ടറിൽ തന്നെ. അപ്പോൾ അത് ഞാൻ ആ ഹൈ എനിക്ക് അതിൽ നിന്ന് കിട്ടി, അതിനകത്തുണ്ടായി. ഇപ്പോൾ അറിയിപ്പിലേക്ക് വരുമ്പം ഇപ്പോൾ ചില ഫെസ്റ്റിവൽ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഇപ്പോൾ അസ്ഗർ ഫറാദിയൊക്കെ കാണുമ്പോൾ ഫറാദിനെ കണ്ടപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു സിനിമ. അപ്പം അപ്പം അദ്ദേഹം എന്നോട് ഇങ്ങനെ ചോദിച്ചു നിങ്ങളുടെ വേറെ സിനിമകൾ ഏതൊക്കെ. എനിക്ക് മടിയാണ് കാണിക്കാൻ. അപ്പോൾ ഞാൻ ചുമ്മാ ആദ്യത്തെ ചോദ്യം എനിക്ക് മടിയാ. അല്ല, അറിയിപ്പ് കണ്ടിട്ട് പുള്ളി പറഞ്ഞു ഇത് ഓക്കെ ഇത് എനിക്ക്. പുള്ളി കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് പുള്ളി എന്നോട് ഇത് ബാക്കി സിനിമകളൊക്കെ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് അത് കാണിക്കണം, അത് കാണേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഞാനെന്നുള്ള ആള് എല്ലാത്തരം സിനിമകളിലോട്ട് എല്ലാത്തരം ഇപ്പൊ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ ചെയ്യുന്നുണ്ട്, സാറിന്റെ പടം ചെയ്യുന്നുണ്ട്, അപ്പുറത്ത് പോയി വളരെ ഇന്ത്യ സ്വഭാവത്തിലുള്ള കന്യാ ടോക്കേഴ്സ് ചെയ്യുന്നുണ്ട്, ഇപ്പുറത്ത് വേറെ. അപ്പം എല്ലാം എൻജോയ് ചെയ്യണം എന്നുള്ള ഒരു ഇഷ്ടമുണ്ട് എനിക്ക്. 50% മാത്രം പണം അടച്ചുകൊണ്ട് നിങ്ങൾക്ക് വീടിന്റെ പണി പൂർത്തീകരിക്കാം. ബാക്കി വരുന്ന 50% നിങ്ങൾക്ക് 50 മാസത്തിൽ തവണകളായിട്ട് അടക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് വീടിന്റെ പ്ലാനും മോഡൽസും കിട്ടാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഹൗസ് ഫോർ എന്ന ആപ്പ് ഡൗൺലോഡ്. അല്ല, ഞാൻ ഈ ചോദിക്കുന്നത് വർക്കാവുക പ്രേക്ഷകനപ്പുറത്ത് കണ്ട് തീരുമാനിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സിനിമകളെല്ലാം ഓരോ സ്വഭാവത്തിലാണല്ലോ. ഈ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രൊസീജിയർ എന്ന് പറയുന്നത് അതാണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് 1000 കാര്യത്തിൽ ജഡ്ജ് ചെയ്യാന്നുള്ളതാണ്. ഇത് എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതുമില്ല. എക്സിക്യൂഷനിൽ പലപ്പോഴും പാളിപ്പോവാറുണ്ട്. നമ്മളൊരു ഐഡിയൽ എക്സൈറ്റഡ് ആയി അല്ലെങ്കിൽ ഒരു സ്ക്രീൻ പ്ലേ എഴുതി വന്നു, ഭയങ്കര രസമായിട്ട് തോന്നി. പക്ഷേ എക്സിക്യൂഷനിൽ ഒരു ഗെറ്റപ്പ് പാളിപ്പോകുന്നിടം മുതൽ ചിലപ്പോൾ ഒരു കയ്യിൽ നിന്ന് പോകും സിനിമ. പെർഫോമൻസിനെ പാളിപ്പോകാം. നമ്മുടെ ഒരു ലൊക്കേഷൻ ബേസിലുള്ള ഒരു ഇഷ്യൂ, എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രഷർ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ക്രൈസിസ് ഒക്കെ ഒരു സിനിമയെ കൊന്നു കളയാൻ പലതരത്തിൽ. ഇപ്പം മലയം കുഞ്ഞിൻ്റെ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ദിലീഷാണ് അന്ന് ആ തീരുമാനം എടുത്തത് ഇത് തിയേറ്ററിലേക്ക് ഇറക്കാം എന്നുള്ളത്. കാരണം നമ്മൾ ഡിജിറ്റൽ പോകണോ വേണ്ടയോ എന്നൊക്കെയുള്ളൊരു ഒരു കൺഫ്യൂഷൻ നിൽക്കുന്ന സമയത്ത് ഇല്ല അതും മച്ചാൻ തിയേറ്ററിലേക്ക് എന്തെങ്കിലും തരത്തിലൊരു ഇത് കാണട്ടെ, തിയേറ്ററിൽ കാണാം എന്നുള്ള ലെവലിലേക്ക് അല്ല ആക്ച്വലി അത് അന്ന് ആ സമയത്ത് ഡിജിറ്റലിലേക്ക് വേണ്ടിയിട്ട് ആമസോണിന് വേണ്ടി ഡിസൈൻ ചെയ്തൊരു സിനിമയാണ്. പക്ഷേ ഇത് റഹ്മാൻ്റെ ഒരു സ്കോറും ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സംസാരിച്ചത് ഓക്കെ ഇത് തിയേറ്ററിലേക്ക് പോട്ടെ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുകയായിരുന്നു. അങ്ങനെ എന്നാൽ നമുക്ക് തിയേറ്ററിലേക്ക് വേണ്ട ചെയ്ത സിനിമകൾ നമുക്ക് തിയേറ്ററിൽ കൊടുക്കാനും പറ്റാത്ത പറ്റിയിട്ടില്ല. ഇപ്പം ജിയോ ആണെങ്കിലേ ഇപ്പം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആണെങ്കിലും ഇപ്പം കാതൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം കാതലിൽ ഇപ്പം ഞാൻ ഇന്ന് കാതലിൻ്റെ ഒരു പോർഷൻ കണ്ടത് ഇപ്പം ദൈവമേ എന്ന് മമ്മൂക്ക വിളിക്കുന്ന സീൻ, അല്ലെങ്കിൽ ജ്യോതിക പറഞ്ഞു. ഇപ്പം തിയേറ്ററിൽ ആ ദൈവമേ വിളി എനിക്ക് ഇമ്പാക്റ്റ് തരാത്തൊരു വിളിയായിരുന്നു തിയേറ്ററിൽ കാണുന്ന സമയത്ത്. പക്ഷെ ഞാനിപ്പോൾ പിന്നെ അതിൻ്റെ ക്ലിപ്പും OTT കാണുന്ന സമയത്ത് ശരിക്കും ആ സിനിമയിൽ വേറൊരു സോളുള്ള മൊമെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ അത് മനസ്സിലാവുന്നത്. ഇത്തരം ജഡ്ജ്മെൻറ്റുകൾ ഉണ്ടല്ലോ ഇപ്പം തിയേറ്ററിൽ നിന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് സ്ക്രീനിങ് കണ്ടിട്ടുള്ള ആളാണ് ജിയോ, തിയേറ്ററിൽ തന്നെ ഫസ്റ്റ് സ്ക്രീനിങ് കണ്ടിട്ടുള്ള ആളാണ്. അങ്ങനെ തിയേറ്ററിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും, ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ എൻ്റെ ടേസ്റ്റാണ്, അത് കോൺഫ്ലിക്റ്റ് ഇല്ലാതെ എങ്ങനെ ഒരു പൊരുത്തം എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ പിടികിട്ടാറുണ്ടോ? ഞാനെപ്പോഴും നമ്മൾ ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കും. അതായത് ഞാനൊരു മികച്ച ഓഡിയൻ ആയിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. എനിക്ക് എല്ലാ സിനിമകളും ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളൊക്കെ ഈവൻ കൊമേഴ്സ്യലി സക്സസ് ആകുന്ന പല പടങ്ങളും എനിക്ക് വർക്കാവുന്ന സിനിമകൾ തന്നെയാണ്. സോ നമ്മൾ അവിടെ നിന്നിട്ട് തന്നെയാണ് ആലോചിക്കുന്നത്. ഈ കാതലിൽ ഇതിലേക്ക് വരുമ്പോൾ മമ്മൂക്ക അവിടെ പെർഫോം ചെയ്യാൻ പോകുന്നു, ഞാനും മോണിറ്ററിലിരുന്ന് കാണുന്നു, റൈറ്റേഴ്സുണ്ട്. ദൈവമേ എന്നുള്ള വിളി സ്ക്രീൻ പ്ലേയിലില്ല. അപ്പം മമ്മൂക്ക അഭിനയിച്ചു, ഒരു ടേക്ക് എടുത്തിട്ടുള്ളത് അഭിനയിച്ച് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു, ദൈവമേ എന്ന് വിളിക്കുന്നു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. മമ്മൂക്ക വന്നു, ഞാൻ അങ്ങനെ ഒരു സാധനം ഇട്ട് പോയിട്ടുണ്ട്, വേണമെങ്കിൽ കളയണം, ഒന്നുകൂടെ എടുക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളിനി ബാക്കിൽ നിന്നൊരു ഷോട്ട് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒന്നുകൂടെ കണ്ടു, രണ്ടുകൂടെ കണ്ടു. അപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിൽ അതില്ലല്ലോ, എഴുത്തുകാരുടെ മൈൻഡിലും ഇല്ല. അത് വേണോ വേണ്ടോ എന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ, കൈ നിട്ടതായതുകൊണ്ട് ഭയങ്കര കൺഫ്യൂഷൻ വന്നു. സോ ഈ പുറയുന്നൊരു ഷോട്ട് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അതിന് റീടേക്ക് ചെയ്യേണ്ട, അത് രണ്ടുപേരുടെയും നല്ല പെർഫോമൻസാണ്.
അത് നമുക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് മ്യൂട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പോൾ സമാധാനത്തോടെ ഇരിക്കുക. അതവിടെ ഈ ആദർശം പോൾസനും ഭയങ്കര ടെൻഷനായിരുന്നു, അതുള്ളതുകൊണ്ട് പ്രശ്നം വരും. ഞാൻ പറഞ്ഞ അതിനെ കവർ ചെയ്യാനുള്ള ഷോട്ട് ഉണ്ടല്ലോ, അത് ഏറ്റവും അവസാനമാണ് പറഞ്ഞേക്കുന്നത്. സോ അതൊരു പ്രശ്നമല്ല. വീണ്ടും എഡിറ്റിംഗ് ടേബിളിൽ വരുന്നു, കുറേ പ്രാവശ്യം കാണുന്നു. ഞാൻ പിന്നെ അതിനകത്തൊരു ശ്രദ്ധിക്കാതായി. ആ ദൈവമേ എന്നുള്ള വിളി വെച്ച് തന്നെ എഡിറ്റ് ചെയ്തു, അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അത് കുറേ തവണ കണ്ടു. അത് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് കണ്ടു നോക്കി, അത് മ്യൂട്ട് ചെയ്തിട്ട് കണ്ടു. അങ്ങനെ അത് ഒരുപാട് തവണ ഞാനിങ്ങനെ കണ്ട് പല സമയത്ത് ഇപ്പോൾ ചില സമയത്ത് മഹേഷ് പറഞ്ഞ അതേ ഐഡിയ നമുക്കത് മാറ്റാം, അത് വേണ്ട എന്ന് പറയും. പിന്നെ ഏതൊരു മൊമെൻറ്റിൽ അത് ഇരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അതങ്ങ് ഇരിക്കട്ടെ, കുഴപ്പമില്ല. അത് ഭയങ്കര ശ്രദ്ധിച്ച് ഞാൻ അത് കാണുമ്പോൾ ഇറ്റ്സ് വർക്കിംഗ്. എനിക്കത് വർക്കായിട്ടാണ് തോന്നിയത്. അത്രേ ഉള്ളത്. അത് മമ്മൂക്കായ്ക്ക് അത് എന്ത് ചെയ്താലും കുഴപ്പമില്ല, എൻ്റെ വിളി ഓവറായെങ്കിൽ ഞാനത് സ്റ്റുഡിയോയിൽ നിന്ന് ഡബ് ചെയ്ത് തരാം, ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. അതങ്ങനെ അതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് ഇപ്പം ദിലീഷ് ചേട്ടൻ പറഞ്ഞതുപോലെ ഇത് ചില സമയത്ത് ഇത് മാറും നമ്മുടെ ജഡ്ജ്മെൻറ്റ്. അത് ഷൂട്ട് ചെയ്ത മൊമെൻറ്റിൽ അത് ആവശ്യമില്ല, ഞാനതിനെ കവർ ചെയ്തോളാം, എനിക്ക് ഇപ്പുറത്തുനിന്നൊരു ഷോട്ടുണ്ട് എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞാൻ പോകുന്നത്. പക്ഷേ അത് വീണ്ടും കാണുമ്പോൾ എഡിറ്റ് ഓപ്ഷനും വളരെ കുറവാണ്. ഞങ്ങൾ അധികം ഷോട്ടുകൾ എടുക്കുന്നില്ല സിനിമയ്ക്ക്. പക്ഷേ ഈ ഒരു ഷോട്ട് ഉള്ളതുകൊണ്ട് അതിനെ മാറ്റി വെച്ച് നോക്കുമ്പോൾ അത് ഇരിക്കട്ടെ. പിന്നെ എഡിറ്ററോട് സംസാരിക്കുന്നു, നമ്മുടെ ക്രൂ തന്നെ കാണുന്നു, നമ്മുടെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ ഇത് കാണുന്നു. ഞാൻ ബീനയുടെ അടുത്ത് വൈഫിൻ്റെ അടുത്ത് ചോദിക്കുന്നത് നിനക്കത് എന്താ തോന്നുന്നത്, നല്ലതല്ലേ? ഒരാളങ്ങനെ പറഞ്ഞു. നമുക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളൊക്കെ കണ്ട് ഒരു മൊമെൻറ്റിൽ ഞാനത് വെച്ചേക്കാന്ന് പറയും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. മമ്മൂക്ക കയ്യിൽ നിന്ന് ഇട്ടതൊരു മഹേഷ് ചെയ്യുന്ന സമയത്ത് അതിൽ ആ കരയിക്കല്ലട അതിൻ്റെ മോനെ എന്ന് പറയുന്ന ഡയലോഗ് അലൻസിയറിൻ്റെ. അപ്പോൾ ഞാനത് ആദ്യ സ്ക്രിപ്റ്റിലുണ്ട്, എല്ലാം ഷൂട്ട് ചെയ്തെല്ലാം കഴിഞ്ഞു വന്ന് ഫൈനൽ എഡിറ്റിൽ അങ്ങനെ ഫൈനൽ ട്രിമ്മുകൾ വർക്കാത്ത ചെറിയ സാധനങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഈ ഡയലോഗിൽ ഭയങ്കര കോൺഫിഡൻസ് പോയി ഒരു ഘട്ടത്തിൽ. അപ്പോൾ എനിക്ക് തോന്നി ഇത് വർക്കാകുന്നതിന് മാത്രമല്ല അതൊരു ഇമോഷണൽ ഹുക്ക് പോയിൻ്റാണ്. അത് ഈ ഒരു ചെറിയ ഹ്യൂമർ പോലെ അത് വന്നിട്ട് അതിന് സീൻ്റെ ബാലൻസ് കളയുമെന്ന് എനിക്കൊരു ടെൻഷനൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഞാൻ അതിൽ നിന്ന് അത് വർക്കാകുമെന്ന് സംശയിച്ചിട്ടാണ് ഞാനത് ആ പോർഷൻ വെട്ടിക്കളഞ്ഞിട്ട് ഫൈനൽ മ്യൂസിക് കമ്പോസിങ് നടന്നുകൊണ്ടിരിക്കുന്ന മ്യൂസിക്കിൻ്റെ ഒരു ദിവസം തന്നെ ബിജിപാട് വിളിച്ചിട്ട് ഞാൻ ആദ്യം കാണുമ്പോൾ അതിലൊരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ, വേറെ എന്താ പുള്ളി ഇങ്ങനെ പറയണേ. ഞാൻ പറഞ്ഞ അതിങ്ങനെ ഇത് പിന്നെ അതെന്താ കളഞ്ഞ. ഞാൻ പറഞ്ഞത് അതൊരു അങ്ങനെ ആൾക്കാർ തിയേറ്ററിൽ ചിരിച്ചിട്ട് അതിൻ്റെ ഒരു ഋതമൊക്കെ പോകുമെന്ന് എനിക്കൊരു സംശയം. അതിങ്ങനെ ഒന്ന് പാളിപ്പോയി. അത് പാളത്തില്ല, അത് ഭയങ്കര അടിപൊളിയാണ്, അത് കറക്റ്റ് ഷൂട്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ എന്നിട്ട് ബിജിപാലിൻ്റെ കോൺഫിഡൻസിലാണ്, ബിജിപാലിൻ്റെ ജഡ്ജ്മെൻറ്റാണ് അത് വർക്കാവുന്നുള്ളത്. ഞാൻ പിന്നെ രണ്ടാമത് ആ പോർഷൻ വീണ്ടും റീ എഡിറ്റ് ചെയ്തത് ആ സീൻ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് തന്നെ ചില സമയത്ത് ഇത് വർക്കാവും തോന്നും, പിന്നെ ചിലപ്പോൾ വർക്കാവില്ല എന്ന് തോന്നാം. വേറെ ആൾ കാണുമ്പം വേറെ അഭിപ്രായം പറയും. മ്യൂസിക് ഡയറക്ടേഴ്സ് ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ടാക്കി പോസ്റ്റ് പ്രൊഡക്ഷനിൽ. നമ്മൾ ഇതുപോലെ ടെൻഷനായിട്ട് ചില സീക്വൻസ് ഒക്കെ പാനിക്കായിട്ട് എഡിറ്റ് ചെയ്തൊക്കെ കളയും, ലെങ്ത് കൂടുന്നു, ടെൻഷനാവുന്നു, അങ്ങനെ. അപ്പോൾ ഇതുപോലെ എനിക്കും സുഷിനൊക്കെ വിളിച്ചിട്ടുണ്ട്, അത് നല്ലതല്ലായിരുന്നു, അങ്ങനെ പേസ് ചെയ്യുക, അതെന്തിനാണ് അങ്ങനെ മാറ്റുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഇത് ആദ്യം ആലോചിച്ച സമയത്ത് മച്ചാൻ ഇത് വർക്കല്ലേ, പിന്നെ ഇപ്പം എന്താണ് അതിന് കൺഫ്യൂഷൻ ആവുന്നത്. അന്നേരം നമ്മളത് ആലോചിച്ചാൽ മതി. ആദ്യം ആലോചിച്ച സമയത്ത് ശരിയാണ്, നമ്മൾ എങ്ങനെയാണ് ഇതിൽ എക്സൈറ്റഡ് ആയത്, എന്തുകൊണ്ടാണ് ഇത് എക്സൈറ്റഡ് ആയത്, ഏത് ഇമോഷനാണ്, പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. ഇത് ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ കണ്ട് നമുക്ക് ടെൻഷനാവും, കൺഫ്യൂഷനാവും, പാനിക്കാവും. ചില പോയിന്റിലൊക്കെ നമുക്ക് വെച്ചിട്ടല്ലേ ആസ്വദിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നമുക്ക് ജെന്യുവനായിട്ട് ആസ്വദിക്കാൻ പറ്റില്ല. ഞാൻ എഡിറ്റും കൂടെ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഒരു ഇമോഷൻ ഒന്നും ഇമോഷൻ ലെസ് നമ്പർ ഒന്നുമില്ല. ഒരു കാര്യമൊന്നും എത്തണ്ട. ഷൂട്ട് ചെയ്യുമ്പോഴും പുള്ളി അങ്ങനെ തന്നെ ഇങ്ങോട്ട് നോക്കിയോ, ഇത് അഭിനയിച്ചോളൂ പൊക്കോളൂ. ദിലീഷ് പറയുന്നത് നിങ്ങൾ ഈ മീറ്ററിനകത്ത് തന്നെ അഭിനയിപ്പി ഇങ്ങനെ ഒരു ശ്വാസം വിടാനുള്ള സമയം കൂടെ ആക്ഷൻ പറയുമ്പോഴും അഭിനയിക്കാതെ ശ്വാസം വിട്ടിട്ട് സ്കെയിൽ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ പുള്ളിക്ക് വേണ്ട ഷോട്ടിന്റെ അപ്പുറം പുള്ളിക്ക് വേണ്ട ഇപ്പുറം വേണ്ട, അതിനോട് ഒരു ഇമോഷൻ വേണ്ട സാധനം മാത്രം. മഹേഷേട്ടന് അറ്റ്ലീസ്റ്റ് എഡിറ്ററും കൂടെ ആയതുകൊണ്ട് ആ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഒരു പ്രത്യേകിച്ച് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് എഡിറ്ററും ഡയറക്ടറും തമ്മിൽ. എഡിറ്ററും ഡയറക്ടറും ഒരാളാണെങ്കിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ്, അത് ഭയങ്കര പ്രശ്നം. ഇത് വല്ലാത്ത കോൺഫ്ലിക്റ്റ് ആയത്. ആരെങ്കിലും ഒരാൾ ചത്തേ ഡയറക്ടറും റൈറ്ററും ചാവും. നമ്മളെപ്പോഴും പറയുന്നതാണ് ഇപ്പം സിനിമ അത് ഫിലിം മേക്കർ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്നു, അത് വളരെ റിലാക്സ്ഡ് ആയ പ്രോസസ് ആണെന്ന് പറയുന്നു. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ റീസെൻ്റ് ഉപയോഗിക്കുന്ന വെച്ചാൽ സിങ്ക് ആവുക എന്നുള്ളത്. ഇപ്പം ആക്ടേഴ്സ് ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴൊക്കെ പറയുന്നു ഒരു 3 ദിവസമായി ക്യാരക്ടറിലെത്താൻ.
ഡയറക്ടേഴ്സ് പക്ഷെ ഒരിക്കലും പറയില്ല ഞാൻ 5 ദിവസം എടുത്ത സിനിമയിൽ കയറാന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ അവര് ഒരു കൊല്ലം മുമ്പേ കയറിയ സിനിമയാണ് നമ്മൾ പിന്നീട് ആക്ടറിനെ അവരെയൊക്കെ കാണുന്നത്. ഈ സിങ്ക് ആവുക എന്നുള്ള വാക്കിന് എത്രത്തോളം ഇതുണ്ട്, ഡെപ്ത് ഉണ്ട്, വെയിറ്റ് ഉണ്ട് ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം? ഉറപ്പായിട്ടും ഉണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഫിലിമിൽ മനീഷ് കണ്ടിട്ടുള്ളതാണല്ലോ, 6 ഫീമെയിൽ ലീഡാണ് ഉണ്ടായിരുന്നത്. ഇവർ ഈ 6 പേരെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ഡേറ്റ് ആകെ 4 ദിവസമൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇവർ ഈ ക്യാരക്ടറിലേക്ക് ഇവർ വരുന്നത് വേറെ ഏതെങ്കിലും സെറ്റിൽ നിന്നായിരിക്കും. വന്നിട്ട് ഇവർ ക്യാരക്ടറിലേക്ക് ഇന്നാവുമ്പോഴത്തേക്ക് ഇവരുടെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും, ഷൂട്ടും തീർന്നിട്ടുണ്ടാവും, ഇവരുടെ സീൻസും തീർന്നിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് എൻ്റെ ഫിലിമിനകത്ത് ലൈക്ക് സിൻസ് യു വാച്ച് ദ ഫിലിം ഭയങ്കരമായിട്ട് ഇമോഷണൽ ഒരു എന്താ പറയുക ബേർഡനൊക്കെ വരുന്ന രീതിയിലുള്ള അഭിനയം വേണ്ടുന്ന ചില ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഈ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് വരുന്ന ആന്തോളജി ടൈപ്പ് സംഭവത്തിലാണ് ഈ പ്രശ്നം വരുന്നത്. ഔട്ട് ഒരേ എന്താ പറയുക ഒരേ ആളുകളൊക്കെ തന്നെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്രയും പ്രശ്നം വരില്ല. ഇതിപ്പോൾ നമുക്ക് ഒരു 4 ദിവസം വെച്ച് ഒരാളെ ഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ 6 ദിവസം വെച്ചിട്ട് ഒരാൾ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. പിന്നെ അവർക്കൊന്ന് റീതിങ്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് റീഷൂട്ട് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നില്ല, അതിനുള്ളൊരു ഹോംവർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസും ഉണ്ടാവുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള സിനിമകൾക്കാണ് കൂടുതൽ ഹോംവർക്ക് ആവശ്യമുള്ളത്. എനിക്ക് ഒരു നമുക്കൊരു മന്ത് എങ്കിലും ഇവിടുത്തെ സ്പേസ് വെച്ച് നമുക്ക് റിഹേഴ്സൽ സമയം ടൈം എപ്പോഴും 20 ദിവസം കൊണ്ട് തീർക്കുന്ന ഒരാൾ ഗ്രേറ്റ്. നമ്മൾ 21 ദിവസം കൊണ്ട് അത് ഷൂട്ട് ചെയ്ത് തീർത്തത്. അപ്പോൾ ഇറ്റ് വാസ് സോ ഡിഫിക്കൽട്ട്. ഈ 6 ക്യാരക്ടേഴ്സിനെയും വെച്ച് 21 ദിവസം കൊണ്ട് ഈ സംഭവം മാരത്തോൺ ആയിരുന്നു. അവസാനമൊക്കെ എത്തിയപ്പോൾ നമുക്ക് ലൊക്കേഷനില്ല, ഒന്നുമില്ല, കിട്ടുന്ന സ്ഥലത്ത് ഇവിടെ നിർത്തി സുദീപ് വളമണ്ണായിരുന്നു ക്യാമറ, ഇവിടെ നിർത്തിക്കുന്ന ഇവിടെ വെച്ച് പിടയ്ക്കാം, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അത് രസമായിരുന്നു. ഐ ലവ് ദാറ്റ് പ്രോസസ്സ്, ഐ എൻജോയ് ദാറ്റ് പ്രോസസ്സ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എന്താ വെച്ചാൽ ഈ ആക്ടേഴ്സ് എല്ലാവരും ഭയങ്കര ഈ പറഞ്ഞ പോലെ പുതിയ കുട്ടികൾ പ്രത്യേകിച്ചും അവർക്ക് കുറച്ചുകൂടിയും സമയം കിട്ടി. അവർക്ക് ഇതിന് വേറെ വർക്കൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് ഈ ക്യാരക്ടറിലേക്ക് ഇന്നാവാനായിട്ട് കുറച്ചുകൂടിയും സമയം കിട്ടി. പക്ഷേ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സിന് അത് പറ്റില്ലല്ലോ, അവർ ഓൾറെഡി വേറെ വർക്കുകളിലാണ്. അപ്പോൾ അവർ ഇവിടെ വന്ന് ഇതിനകത്ത് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ഷൂട്ട് തീരുകയാണ്. നമ്മളൊരു ആർട്ടിസ്റ്റിന് ഒരു ക്യാരക്ടറിലേക്ക് എടുക്കാൻ ടൈം വേണമെന്ന് പറയുന്നത് ഇപ്പം എൻ്റെ ഒരു വർക്ക് പ്രോസസ്സിലൊക്കെ ആകുമ്പോൾ രീതിയിൽ നമ്മൾ ആ ക്യാരക്ടർ തെളിഞ്ഞു വരാനെടുക്കുന്ന സമയം മേക്കറുടെ ഉള്ളിലും ഉണ്ട്. ഇപ്പം നമ്മൾ 4 കൊല്ലമായിട്ട് അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ആണെങ്കിലും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും എൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എനിക്കൊരു വേഗ ഐഡിയ സത്യത്തിൽ ഉണ്ടാവുള്ളൂ. ആ ക്യാരക്ടറിൻ്റെ ഒരു എങ്ങനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു അവ്യക്തമായിട്ടുള്ളൊരു രൂപമാണ് മനസ്സിലുള്ളത്. ഇത് ഒരു ആക്ടർ നമ്മൾ എത്ര ആലോചിച്ചാലും അതൊരു പൂർത്തിയിലേക്ക് എനിക്ക് കിട്ടാറില്ല. അതിങ്ങനെ ആക്ടർ സെറ്റിലെത്തി പതുക്കെ പുള്ളി അതിൻ്റെ ചെറിയ ജസ്റ്റേഴ്സിലേക്കൊക്കെ വന്ന് ആ ഗെറ്റപ്പിലേക്ക് വന്ന് ചെറിയൊരു മൊമെൻ്റൊക്കെ പെർഫോം ചെയ്ത് പോകുമ്പം പതുക്കെ നമ്മളും കൂടി ആ ക്യാരക്ടറെ കണ്ടെത്തുകയാണ് ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും നമ്മൾ ആ മീറ്ററിലെത്തി നമ്മൾ ഒരു പോയിന്റ് വെച്ച് ഇതൊന്ന് കണക്ട് ആവാനുള്ള സമയം. അപ്പം മെയിൻ ആക്ടേഴ്സിനെ ഇല്ലെങ്കിൽ ഇത് ഒരു പക്ഷേ നമുക്ക് പ്ലെയർ റീഡിങ്ങിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂമിങ് സെക്ഷനിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇത് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ പലപ്പോഴും നമ്മൾ ആക്ടേഴ്സ് പ്രധാന കഥാപാത്രം ചെയ്യാൻ വന്നിട്ട് 2 ദിവസം നമ്മൾ ഇച്ചിരി ഉഴപ്പി അവരെ ഒന്ന് ഈ പ്രോസസ്സിന്. ദിലീഷിൻ്റെ ഏറ്റവും വലിയ ഗുണം ദിലീഷ് ഓർഡറിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ദിലീഷ് ഓർഡറിൽ ഷൂട്ട് ചെയ്യുന്നൊരു വലിയ എനിക്ക് ആ കൂടെ പറ്റിയിരിക്കുന്ന അറിയിപ്പിൽ മാത്രമാണ്. അത് ഞാൻ ദിലീഷിനെ കണ്ടാൽ പഠിച്ചു ഓർഡറിൽ ഷൂട്ട്. ഞാൻ മറ്റെല്ലാ സിനിമകളിലും നമ്മൾ റിവേഴ്സിലും തിരിഞ്ഞ് മറിഞ്ഞു ഒക്കെ ഷൂട്ട് ചെയ്ത് എവിടെ നിന്നൊക്കെയോ തുടങ്ങി ക്ലൈമാക്സ് ഒക്കെ ആദ്യം ഷൂട്ട് ചെയ്തിരിക്കും. പലപ്പോഴും ഓർഡർ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഗ്രാഫിന്റെ അല്ലേ ഒരു ഇമോഷണൽ ഗ്രാഫ് അല്ലെങ്കിൽ ഇയാള് വന്ന് കയറി നമുക്ക് ഒരുപാട് ഊഹിക്കണ്ട, കുറച്ച് ഊഹിക്കാതെ നമുക്ക് നേരിട്ട് കണ്ട് പോവാമല്ലോ. മറ്റേത് അത് അങ്ങനെയായിരിക്കും ആ സീൻ പെർഫോം ചെയ്യുന്നതെന്ന് കരുതിയിട്ടാണ് ഈ സീൻ പിടിക്കുന്നത്. ഇപ്പം നമ്മൾ പെർഫോം ചെയ്ത് കണ്ടിട്ടുണ്ട്. അല്ലെ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും അടുത്ത സമയങ്ങളിൽ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ സമയങ്ങളിൽ ഈ ആക്ടർ അത് നടനാണെങ്കിലും നടിയാണെങ്കിലും ചെറിയ റോൾ ചെയ്യുന്ന ഒരാളാണെങ്കിലും ഈ ക്യാരക്ടറിലേക്ക് പൂർണ്ണമായി എത്തിയെന്ന് നമുക്കൊരു കോൺഫിഡൻസ് വരുമ്പോഴായിരിക്കും സിനിമ സ്മൂത്ത് ആവും അല്ലേ? നമ്മൾ അതാണ് നമ്മൾ ഈ സിങ്കായ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നതിന് പ്രസക്തമാകുന്ന സീൻ ഓർഡറിൽ ഷൂട്ട് ചെയ്യാൻ പറ്റാന്ന് പറയുന്ന ഒരു പ്രിവിലേജും കൂടിയാണ് കേട്ടോ. അതിന് നമുക്ക് അത്രയും പ്രൊഡക്ഷൻ എല്ലാത്തരം സിനിമകൾക്കും പറ്റത്തില്ല. സ്ട്രക്ചർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. കോമ്പിനേഷൻസും സംഗതിയൊക്കെ വരുമ്പോൾ മാലിക്കിലൊക്കെ ആക്ച്വലി ദിലീഷിനൊക്കെ ഒത്തിരി വെയിറ്റ് ലോസ് ഉണ്ടാക്കാൻ പറ്റി. അത് അവിടെ നിന്ന് തുടങ്ങിയോണ്ടാണ്, നമ്മൾ പാസ്റ്റിൽ നിന്ന് തുടങ്ങിയ അങ്ങനെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ നമുക്ക് അപ്പം നമ്മൾ റിവേഴ്സിലെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കൺവീനിയൻസ് അതാണ്. അവർക്ക് വലിയ സെറ്റ് ഉണ്ടാക്കി അത് പൊളിച്ച് ചെറുതാക്കുന്നതാണ് അവർക്ക് കൺവീനിയൻസ്, ഉണ്ടാക്കി പോകുന്നതല്ല. അപ്പം നമുക്കും അതിൻ്റെ കൂടെ നിൽക്കേണ്ടതായിട്ട് വരും, വേറെ നിവൃത്തിയില്ല. നമുക്ക് ഒരുപാട് ആളുകൾ ചേരുമ്പോഴേ
ഈ മലയാളത്തിൽ ഇപ്പോൾ അല്ലേ ഇപ്പം പല ടൈപ്പ് സിനിമ, നമ്മൾ ഈ പറയുന്ന പല ജോണർ സിനിമകളുണ്ട്, പല സമയങ്ങൾ ആവശ്യമുള്ള സിനിമയുണ്ട്. പക്ഷെ ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങളിൽ തീർക്കുക എന്നുള്ളത് പലപ്പോഴും ഒരു പ്രൊഡക്ഷൻ്റെ ഡിമാൻഡായിട്ട്, ഇപ്പം ഞാൻ പറയുന്നത് പ്രൊഡക്ഷൻ പാർട്ട് കൂടി ഹാൻഡിൽ ചെയ്യുന്നവരാണ്. ഇപ്പം എനിക്കൊന്ന് ബേസിലും ശ്രുതി ഒഴികെ ബാക്കി എല്ലാവരും ഓൺ പ്രൊഡക്ഷൻ ഹൗസ് കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് സിനിമ ചെയ്തവരാണ് ബാക്കി എല്ലാവരും. അപ്പം ഈ ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങളിൽ സിനിമ തീരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡക്ഷൻ മൈൻഡ് സെറ്റ് ഉണ്ടോ? ഇപ്പം നമ്മൾ എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്? ഇപ്പോൾ ഈ വിഷയം നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോവാണ്, അതിൻ്റെ ഒരു പ്രായോഗിക സിറ്റുവേഷൻ നമുക്കറിയാം. അപ്പോൾ ചിലപ്പോൾ ഈ സിനിമയ്ക്ക് ആ ഡേയ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷനിൽ അത് ബാലൻസ് ചെയ്യാണ് ചെയ്യുക. ചിലപ്പോൾ നമുക്കൊരു വലിയ പൈസ കൊടുക്കേണ്ട ഒരു ആക്ടറെ ഒഴിവാക്കി പകരം ഒരു പുതിയ ആക്ടറെ, പേയ്മെൻറ്റ് കുറവുള്ള ഒരു ആക്ടറെ ആ റോഡിലേക്ക് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ ആ ബഡ്ജറ്റും കൂടെ ഒരു 10 ദിവസത്തെ ഷൂട്ടും കൂടെ എക്സ്റ്റൻഷൻ ആയിട്ട് എടുക്കാറുണ്ട്. നമ്മുടെ പ്രൊഡക്ഷനിലാണെങ്കിലും ഞാൻ ഡയറക്റ്റ് ചെയ്ത സിനിമകളിലാണെങ്കിൽ ഞങ്ങൾ ഷൂട്ടിംഗ് ഡേറ്റ് കുറയ്ക്കാൻ വലുതായിട്ട് പ്രഷർ ഇടാറില്ല, അല്ലെങ്കിൽ അതിന് നമ്മൾ ശ്രമിക്കാറില്ല. ഒരു കുറച്ചുകൂടെ പടം ഡിമാൻഡ് ചെയ്യുന്ന പടത്തിന്റെ ഒരു ടോട്ടൽ ഡിസൈൻ ബജറ്റ് എല്ലാം ഡിമാൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ടേക്ക് ഓഫ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും ആൾക്കാരെ ഒരു ഇങ്ങനത്തെ ഒരു ടെറയിലോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഓരോ സ്ഥലവും മുറിച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സീൻ തീരണമെങ്കിൽ അവസാനമാവും. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു ആശുപത്രി സെറ്റ് ഇട്ടിരിക്കുന്നത് ഇവിടെ പൂമ്പാറ്റ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, അതിൻ്റെ പുറം നടക്കുന്നത് ഹൈദരാബാദ്, അതിൻ്റെ പുറം നടക്കുന്നത് റാസൽ ഖൈമ. അപ്പോൾ ഒരു സീൻ തീരണമെങ്കിൽ ഇത്രയും ഓർത്തിരിക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമല്ലേ ആൾക്കാർ. അപ്പം ഇതിൻ്റെ ഒരു കൺവീനിയൻസ് നമ്മൾ നോക്കണം. ഇത് എന്നാലും നമുക്ക് അത്രയും, അത് നമ്മുടെയും കൂടെ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നതുകൊണ്ടാണ്. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു വലിയൊരു ബഡ്ജറ്റിലേക്ക് നമുക്ക് പോയി അങ്ങനെ ചെയ്യാനുള്ളൊരു പ്രശ്നം കൊണ്ടാണ് സെറ്റിൻ്റെ വർക്കുകളും. ഇപ്പം മാലിക്കിലാണെങ്കിലും നമുക്ക് പല സീനുകളും പല സ്ഥലത്തും, കടലിലൊക്കെ ഉള്ള സീനുകളെല്ലാം പലർക്കും മാറ്റില്ലേ നമുക്ക് സാധ്യമായിട്ടുള്ളൊരു ബഡ്ജറ്റിൽ ഇതിനെ എങ്ങനെ ബാലൻസ് ചെയ്യാന്നുള്ളത്. ഒന്നുകിൽ നമ്മൾ അവിടെ ഇത് കുറച്ചുകൊണ്ട് ഇവിടെ കൂട്ടും, അല്ലെങ്കിൽ ഡേയ്സ് ചവിട്ടിക്കൊണ്ട് കൂടുതൽ അങ്ങനത്തെ സാധ്യതകൾ എടുക്കും. ബേസിൽ നോർമലി സിനിമയിലെ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലാതെ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ഈ സിനിമയുടെ സമയത്ത് പലരും പറയാറുണ്ട് ഏറ്റവും സ്ട്രെസ്ഫുൾ, ഇപ്പം എനിക്ക് തോന്നുന്നത് ഞാനൊരു ഡയറക്ടറോട് കൂടുതൽ സിനിമ ചെയ്യുന്ന കാര്യം, ആക്ട് ചെയ്യുന്ന കാര്യം, ആക്ടറും ഡയറക്ടറും ആയിട്ടുള്ള ചെയ്യുമ്പോൾ കൂടുതൽ അഭിനയിക്കുന്ന കാര്യം പറഞ്ഞു. അഭിനയത്തിൻ്റെ കാര്യത്തിൽ മൾട്ടി ടാസ്ക് ഇല്ല, കുറച്ചുകൂടി റിലാക്സ്ഡ് ആണ്. നമുക്ക് ഇടയ്ക്കൊരു ക്യാരവൻ ബ്രേക്ക് കിട്ടും. മറ്റേത് സ്ട്രെസ്സ് കൂടുതലാണ്. അപ്പം ഞാനൊരു 5 കൊല്ലം കൂടുമ്പോൾ സിനിമ ചെയ്യാം, ബാക്കി സമയത്ത് ആക്ട് ചെയ്യാം എന്ന് പറയുന്നവരെയും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ട്രൊമാറ്റിക് മൊമെൻറ്റിലൂടെ പോകുന്നൊരു സിനാരി ആയിരിക്കും. അതായത് ഈ സിനിമ ഒന്ന് താഴെ ഇറക്കി തിയേറ്ററിൽ എത്തുന്നവരെ അതൊരു സ്ട്രെസ്, ഒരു ഫസ്റ്റ് ഷോ കഴിയുന്നവരെ അതൊരു സ്ട്രെസ്സായി മാറുമോ? അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും പാഷനേറ്റ് ആയിട്ട് ഈ പറയുന്ന നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ ഷോർട്ട് ഫിലിം ചെയ്യുന്നതും നമ്മൾ നെയ്ത് വരുന്നൊരു ഡ്രീമാണല്ലോ. പക്ഷെ അത് അച്ചീവ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമുള്ള നമ്മളുടെ അതിൻ്റെ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സ് അതൊരു സ്ട്രെസ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണോ, വളരെ ഹാപ്പി ചില്ലായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണോ ഈ ഡയറക്ഷൻ പ്രോസസ്സ്? ഞാൻ ഭയങ്കര സ്ട്രെസ് എടുത്തിട്ടാണ് ചെയ്യാറ്. എൻ്റെത് ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ് ആക്ച്വലി. അഭിനയിക്കുന്ന സമയത്ത് അത്രയും സ്ട്രെസ് ഇല്ല. ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കുറച്ചുകൂടെ അത്രയും റെസ്പോൺസിബിലിറ്റി സിനിമ ഇറങ്ങണ സമയത്തുണ്ട്. ഡെഫിനറ്റ്ലി പ്രൊമോഷൻസും അത് എങ്ങനെയെങ്കിലും ആ ടെൻഷനുണ്ട്. അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നാൽ പോലും ആ മൊമെൻറ്റിലേ ഉള്ളൂ നമുക്ക്. ബാക്കി അല്ലാത്തപ്പോൾ ഡയറക്ടറും അതിൻ്റെ ക്രൂ ഒക്കെയാണ് അതിൻ്റെ തലവേദന. ഡെഫിനറ്റ്ലി ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആ സ്ട്രെസ് ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ആ സ്ട്രെസ് അത് ഇറങ്ങുന്നവരെ ഞാൻ പണ്ട് മുതലേ അങ്ങനെയാണ് പറയുന്ന സ്ട്രെസ്. ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര സ്ട്രെസ് എടുക്കുന്നത്, എല്ലാം ടെൻഷനാവും, ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കും. അപ്പോൾ അത് കാരണം പ്രത്യേകിച്ച് ഇങ്ങനത്തെ ചെയ്യുന്ന സിനിമകളുടെ സ്വഭാവം അങ്ങനെയാണ്. ഈ പറയുന്ന കുഞ്ഞിരാമായണം ചെയ്തപ്പോൾ ഇത്ര സ്ട്രെസ് ഇല്ലായിരുന്നു. കുഞ്ഞു സിനിമയാണ്, നമ്മുടെ കയ്യിൽ നിൽക്കുന്നതാണ്. ഈ പറയുന്ന പോലെ വലിയ ആക്ഷൻ സെറ്റ് പീസുകളോ അങ്ങനെ ഒന്നുമില്ല. നമുക്കറിയാവുന്ന ആക്ടേഴ്സും നമ്മുടെ ഈ പറയുന്ന ഷോർട്ട് ഫിലിം എടുക്കുന്ന പോലത്തേക്കുള്ളൊരു ലാഘവത്തിലെടുത്താണ്. നമ്മുടെ ഗ്രൂ ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. സിനിമയുടെ ബജറ്റും സ്കെയിലും വലിപ്പമൊക്കെ മാറുന്നതനുസരിച്ചിട്ട് ഈ സ്ട്രെസ്സ് കൂടിക്കൊണ്ടേയിരിക്കും. ഈ പറയുന്ന പ്രൊഡക്ഷൻ്റെ ഈ പറയുന്ന നമ്പർ ഓഫ് ഡേയ്സിൻ്റെ അകത്ത് തന്നെ തീർക്കാനുള്ള പ്രഷർ. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഫുൾ ടൈം നമ്മൾ എപ്പോഴും അതിൻ്റെ അകത്ത് കോൺഷ്യസ് ആയിട്ടേ ഇരിക്കണം. കൺഫ്യൂഷനാവും. ഈ ലൊക്കേഷനിൽ തന്നെ കൺഫ്യൂഷൻ എപ്പോൾ ആണെങ്കിലും പാളിപ്പോവാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എത്ര വലിയ ഐഡിയൽ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് വന്നിട്ട് ഇറങ്ങിയാൽ പോലും ചെറിയ ഈ പറയുന്ന ഒരു ചെറിയ ലുക്ക് മാറിയാൽ തന്നെ പിന്നെ നമുക്ക് എത്ര കണ്ടുകൊണ്ടിരുന്നാലും മനസ്സമാധാനം കിട്ടില്ല. ചിലപ്പോൾ ചില പോയിന്റിൽ നമ്മൾ തന്നെ വെറുതെ കൺഫ്യൂഷനാവും. ഇതായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്, ഇതെങ്ങനെയായിരുന്നു നമ്മൾ ആദ്യം ആലോചിച്ചപ്പോൾ. ഇങ്ങനെയൊക്കെ കുറേ ആലോചനകളൊക്കെ ഇങ്ങനെ പോകുമല്ലോ. എഡിറ്റ് എല്ലാം എടുത്ത് ഒരുപാട് ചിന്തകൾ. അപ്പം അതുകൊണ്ട് ഡെഫിനറ്റ്ലി പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ, ഈ പറയുന്ന ഇന്നത്തെ ദിവസം ഷൂട്ട് തീർക്കണം, അടുത്ത ദിവസം 10,000 ജൂനിയേഴ്സ് വേണം, അതിൻ്റെ അകത്ത് 2,000 പേരില്ല, ഇനി ഇത്രയും പേരുള്ളൂ, 4 ബോംബ് പൊട്ടിക്കണം എന്നൊക്കെ പറയുമ്പോൾ ബോംബിനുള്ള ടീം വന്നിട്ടുണ്ട്, അവർ ചെന്നൈയിൽ നിന്ന് ഇവിടെ എത്തി, അവർ
ഒരു ബോംബ് പൊട്ടിട്ട് മാറിപ്പോയാൽ ഇനി ഒന്നോടെ പൊട്ടിക്കണമെങ്കിൽ എത്ര ടെൻഷനാണെന്നറിയാം. ബോംബിന് 50,000 രൂപയാണ്, ബസ്സിലെ ഒന്ന് ആലോചിക്കും എന്നൊക്കെ പറയും. പൊട്ടിക്കണോ അല്ല ചേട്ടാ, ഫ്രെയിമിന് മറ്റേ ചേട്ടൻ ചിരിച്ചോണ്ട് ഓടി, ഇപ്പം എന്താ ചെയ്യേണ്ട. അപ്പം ഈ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെയത്. അപ്പോൾ എന്തായാലും സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഡയറക്ഷൻ സ്ട്രെസ്സുള്ള ജോലി തന്നെയാണ്. പിന്നെ ഇത് എടുത്ത് ഒന്ന് റിലീസ് ആവുന്നവരെ ഇത് സ്ട്രെസ്സാണ്. പക്ഷേ സ്ട്രെസ് ആണെങ്കിൽ പോലും ഇത് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആ എൻജോയ്മെൻ്റ് ആണ്, ഇറങ്ങി കഴിയുന്നവരെയുള്ള ഒരു പ്രോസസ്സ് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പ്രോസസ്സാണ്, പക്ഷെ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ എപ്പോഴേ ഞാൻ ഈ പണി നിർത്തിയാണ്. ഇഷ്ടമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അത് സ്ട്രെസ്സാണെങ്കിൽ പോലും അത് ചെയ്യുന്നത്. അത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു രസമുണ്ടല്ലോ. ഇത് ഇങ്ങനെ ഉണ്ടായി വരുന്നതിന്റെ നേരത്തെ പറഞ്ഞാൽ നെയ്ത് എടുത്തത് ഇങ്ങനെ നമ്മൾ പലപ്പോഴും ക്രിയേറ്റീവ് പ്രോസസ് അല്ല ഈ സ്ട്രെസ് തരുന്നത്, ഇതിന്റെ എക്സിക്യൂഷൻ ആണ്. എക്സിക്യൂഷൻ പാർട്ടിലാണ് നമുക്ക്. ദിലീഷിന്റെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയത് കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു പ്ലാനിങ് ആയിട്ട് ഒരു സിസ്റ്റം ഉണ്ടെന്നാണ് ഫിലിം മേക്കിംഗ്. അത് ചിലപ്പോൾ റിഹേഴ്സ് ചെയ്യേണ്ടതാണ്, അങ്ങനെ ചെയ്യും. അത് ടോട്ടൽ ക്രൂവിന് ഏതെങ്കിലും തരത്തിലൊരു പ്രീ പ്ലാനാണ്, അങ്ങനെയുണ്ട്. ഈ പറഞ്ഞ നേരത്തെ ഈ ഒരു പോസ്റ്റ് റിലീസ് ഇത് എങ്ങനെയാണ് ഫീഡ്ബാക്ക് എന്ന് പോലും നിങ്ങൾ നേരത്തെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ മഹേഷിൻ്റെ പ്രതികാരം കഴിഞ്ഞിട്ട് തൊണ്ടി മുതലെത്തുമ്പം ആദ്യത്തെ സിനിമയായിട്ട് ഏതെങ്കിലും തരത്തിൽ കണക്റ്റഡ് ആവാത്ത സ്വഭാവത്തിലാണ്, അടുത്ത ജോണറിലാണ് ചെയ്തേക്കുന്നത്. ജോജി ഇതിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഈ 3 സിനിമയിലും നമ്മൾ പുറത്തുനിന്ന് ഒരു ഫിലിം മേക്കറുടെ ഒരു ബോഡി ഓഫ് വർക്ക് അല്ലെങ്കിൽ അപ്രോച്ച് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു യുണീക്നെസ് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അതിലെല്ലാം പെർഫോമൻസ് എന്നുള്ളത് ഒരു കീ ഫാക്ടർ ആക്കുന്ന സംഗതിയായിട്ട് നോക്കാറുണ്ട്. ഇപ്പം മഹേഷിലാണെങ്കിൽ ഒരു ജിയോഗ്രഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഭയങ്കര പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. തൊണ്ടി മുതലാണെങ്കിൽ ആ ഇഷ്യൂലാണ് കൂടുതൽ ഡ്രൈവ് ചെയ്യാൻ നോക്കിയത്, ആ ഇഷ്യൂ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ, അതിൻ്റെ പശ്ചാത്തലം എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ ജോജിയിലാണെങ്കിൽ ഈ പറയുന്ന ഒരു പാൻഡമിക് സിനാരിയോ ഈ പറഞ്ഞ എല്ലാ ആളുകളുടെയും ഉള്ളിലെ മനുഷ്യരിലേക്ക് പോവുക. ഇന്നിപ്പോൾ മറ്റേ ബിൻസി മാസ്ക് ഇട്ടിട്ട് വരുമെന്ന് ജോജിയോട് പറയുന്ന സീക്വൻസ് ഒക്കെ പോലെ എങ്ങനെയാണ് ഈ പറയുന്ന സ്വന്തം സിനിമയുടെ ഒരു ഡിസൈൻ തീരുമാനിക്കുന്നത്? ഓരോ സബ്ജക്റ്റിനനുസരിച്ചിട്ടാണോ അല്ലെങ്കിൽ എല്ലാത്തിനും ഒറ്റ മോഡലാണോ? അല്ലല്ല, നമ്മളൊരു ഒരു സിനിമയുടെ ഓരോ വിഷയത്തിനനുസരിച്ച്, ആ പ്ലോട്ടിനനുസരിച്ച് ഇതൊരു പ്രൊജക്റ്റായി വരുമ്പം അതനുസരിച്ച് ഒരു പദ്ധതി തയ്യാറാക്കുക ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടെന്നുള്ളതാണ്. അത് ആ സിനിമയ്ക്ക് വേണ്ടി മാത്രം പ്രായോഗികമാവുന്നതും എഫക്റ്റീവ് ആവുന്നതുമായിരിക്കും. അതിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് ഇപ്പം ജോജി ഇപ്പോൾ ഏത് സാഹചര്യത്തിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, ആരൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത്, എന്തൊക്കെയാണ് നമുക്ക് ഈ സിനിമയുടെ ഹൈലൈറ്റുകൾ, ഇതൊക്കെ അനുസരിച്ചായിരിക്കും അതിൻ്റെ എക്സിക്യൂഷൻ പാർട്ടിൽ അങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാകുന്നു. പിന്നെ സിനിമയുടെ ഒരു പ്രസൻറ്റേഷനും ലുക്ക് അല്ലെങ്കിൽ അതിൻ്റെ അവതരണം എങ്ങനെയാണെന്നുള്ളത് അതായിരിക്കും നമ്മുടെ മനസ്സിലാകെയുള്ള ഒരു അതിൻ്റെ മുമ്പുള്ള ഒരു സ്ട്രക്ചർ നൽകുകയാണ്. ബാക്കി ആ ഒരു ഡിസൈൻ പോലും ഓരോ സിനിമയ്ക്കും ഓരോ വിഷയത്തിനും അനുസരിച്ചും ഉറപ്പായിട്ടും മാറിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഒരു ഇങ്ങനെയൊരു രീതിയുണ്ട്, ഇതിലേക്കൊരു ആശയം വെച്ചിട്ട് ഇനി ഇങ്ങനെ അങ്ങ് ചെയ്തേക്കാം എന്നൊരു പരിപാടിയല്ല. നമ്മളൊരു സാധനത്തെ നോക്കുകയും അതിനി എങ്ങനെയൊക്കെ സാധ്യമാകാം, അതിലെന്തൊക്കെ സാധ്യതകളുണ്ട് എന്ന് പരിശോധിച്ച് അതിന് വേണ്ടിയിട്ടൊരു സംവിധാനം ചെയ്യലാണ് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ ഇവരോടെല്ലാം ചോദിച്ചൊരു കാര്യത്തിൽ കൂടിയാണ് ഇത്. ഇപ്പോൾ ആളുകൾ പറയില്ലേ ഇതൊരു ഭയങ്കര ട്രോമ, സ്ട്രെസ്, ഈ പറയുന്ന മൂഡ് സ്വിങ്സ്, ഇതെല്ലാം കൂടി ചേർന്ന് പോകുന്നൊരു ഫിലിം മേക്കർ. ഇപ്പം ചില ആളുകൾ അഭിനയിക്കുന്നത് എപ്പോഴാണ് ഡയറക്ടർ വയലൻ്റ് ആവുന്നതെന്ന് അറിയില്ല. ചില ആളുകൾ ഈ കംഫർട്ട് അല്ല ചില ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ, ഭയങ്കര പൊട്ടിത്തെറിക്കും, വയലൻ്റ് ആവും, പ്രശ്നമാണ്, എന്തെങ്കിലും മറ്റേ സെറ്റിൽ തന്നെ ഒരു വയലൻസിൻ്റെ പ്രസൻറ്റേഷൻ കാണാമെന്നൊക്കെ കരുതുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ സിനിമ നല്ലതായിരിക്കും, പക്ഷെ ഞാൻ ഒരു സെറ്റിലെ ഒരു ഇക്കോ സിസ്റ്റം, ആംബിയൻസ്, ദിലീഷ് എങ്ങനെയാണ് വളരെ ശാന്തമായി ഭയങ്കര കാമായി കൂളായിട്ട് നിൽക്കാൻ പറ്റുന്നത്? ഞാനൊരു ഭയങ്കര പൊട്ടിത്തെറിച്ച് നിൽക്കുന്ന ഒരാളല്ല എന്ന് വെച്ച് നമുക്ക് പ്രഷർ എല്ലാ കാലത്തും അങ്ങനെ എല്ലാ സമയത്തും അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലായിരിക്കും. ചില മൊമെൻറ്റുകളിലൊക്കെ അപൂർവമായിട്ട് നമ്മൾ പൊട്ടിപ്പോയേക്കാം. അത് എനിക്ക് തോന്നുന്നത് അത് ഓരോ വ്യക്തിനനുസരിച്ചിരിക്കും, വ്യക്തിക്ക് എത്രമാത്രം സ്ട്രെസ്സും പ്രഷറും താങ്ങാൻ പറ്റുമെന്നതിനനുസരിച്ചിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കുമല്ലോ. കുറച്ച് നമ്മളൊരു 10-60 ദിവസമായിട്ട് ഡെയിലി ക്രൈസിസുകളാണ്, ഒരു ഗ്രൂപ്പുമായിട്ട് തന്നെ നമ്മളതിങ്ങനെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും പൊട്ടിത്തെറികൾ ഉണ്ടായേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഞാൻ കുറച്ച് കൂളായിട്ട് അത് ഡീൽ ചെയ്യുന്ന ആളാണ്. കാരണം പ്രത്യേകിച്ച് ആക്ടേഴ്സൊക്കെ ഭയങ്കര ചില്ലായിട്ട് നിന്നാലേ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അവരുടെ പ്രത്യേകിച്ച് ആക്ടേഴ്സിൻ്റെ മേജർ ടെക്നീഷ്യൻ്റെ ഒക്കെ മാനസികമായിട്ട് അവർ ഹാപ്പി ആയിട്ടിരിക്കുക, അവർ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കേണ്ടത് ക്രിയേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കൂടുതൽ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ കംഫർട്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടെങ്കിലും എൻ്റെ സ്ട്രെസ്സിനെ ഇങ്ങനെ ഒതുക്കി വെക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. എളുപ്പത്തിൽ സിങ്ക് ആവാൻ പറ്റും. ഈ എനിക്കൊന്നത് നിങ്ങൾ ഓൾമോസ്റ്റ് ടീം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ ടെക്നീഷ്യൻസ്, ക്രൂ, അതിൽ ഒരു കോർ ടെക്നീഷ്യൻസ് മാറുമ്പോഴും ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പം നിങ്ങളുടെ അസിസ്റ്റൻസ്, അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി സെറ്റായൊരു ടീമൊക്കെ ആണല്ലോ. എപ്പോഴെങ്കിലും ഇപ്പോൾ ഈ സിങ്ക് ആവുക എന്ന് പറയുന്ന, നമ്മൾ ആക്ടേഴ്സ് അല്ലാത്ത സൈഡിൽ സിങ്ക് ആവുക എന്ന് പറയുന്ന പ്രശ്നം ശരിക്കും അഫക്റ്റ് ചെയ്യുമോ?
തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് കരുതുന്നത്. നമ്മളൊരു ടെക്നീഷ്യനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് ആദ്യം തൊട്ട് അവസാനം വരെ പല കാര്യങ്ങളിലും ചെറുതും വലുതുമായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ടല്ലോ. അപ്പം പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സാധ്യമായില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് വർക്കിനെ ബാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പം എനിക്കിങ്ങനെ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ഒരു അഭിപ്രായം അല്ല അദ്ദേഹത്തിനുള്ളത്. ഇത് തമ്മിലൊരു കോൺഫ്ലിക്റ്റിലാണ്, അല്ലെങ്കിൽ ഈ സിനിമ ഞാൻ മനസ്സിലാക്കിയ പോലെ അല്ല പുള്ളിയുടെ ആംഗിളിൽ നിന്ന്, ഇപ്പോൾ സിനിമാറ്റോഗ്രാഫർ ആണെങ്കിൽ അയാളുടെ ആംഗിളിൽ നിന്ന്, അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടറുടെ ആംഗിളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ പോലെ അല്ല ഇയാളിത് കാണുന്നത്. പക്ഷേ എനിക്ക് അയാളെ അത് മനസ്സിലാക്കിക്കാനും പറ്റുന്നില്ല എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ക്രൈസിസ് ആകും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു ദിവസം പെട്ടെന്നൊക്കെ തുടങ്ങുമല്ലോ, പ്രത്യേകിച്ച് ടെക്നീഷ്യൻസുമായിട്ടുള്ള വർക്ക്. അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഘട്ടത്തിൽ തന്നെ നമ്മൾ സംസാരിച്ചു തുടങ്ങും. ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മൾ ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് സിനിമാറ്റോഗ്രാഫേഴ്സിനോടൊക്കെ കഥ പറയുമ്പോൾ ഞാനിങ്ങനെ പ്രത്യേകിച്ച് ഞാൻ ഷൈജുനൊക്കെ പറയും, നിങ്ങൾക്കിത് വർക്ക് ചെയ്യാനൊരു ത്രില്ല് തോന്നിയില്ലെങ്കിൽ വിട്ടേക്ക്, നമുക്ക് വേറെ നോക്കാം. കാരണം കോറായിട്ടുള്ള ടെക്നീഷ്യൻസ് ഭയങ്കര ത്രില്ലോട് കൂടി അവസാനം വരെ ഇതിലൊരു എക്സൈറ്റ്മെൻറ്റ് നിന്നില്ലെങ്കിൽ അത് നന്നാവില്ലെന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് അതിനോടുള്ള താല്പര്യം, അതിൽ വിശ്വാസ്യതയൊക്കെ ഭയങ്കര ഘടകമായിട്ട് ഞാൻ കാണുന്നു. ഈ പ്രോജക്റ്റിനോട് വിശ്വാസം ഇല്ലാത്ത ഒരാൾ എത്ര വലിയ ക്വാളിറ്റിയുള്ള ടെക്നീഷ്യനാണെങ്കിലും എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ അതിനോട് അയാൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അത് എനിക്ക് വർക്കാവില്ലെന്നാണ് ഞാൻ കരുതുന്നത്. ജിയോയുടെ കാര്യത്തിലുണ്ട്. കാരണം വെച്ചാൽ മമ്മൂക്കയാണെങ്കിലും അല്ലെ അതിന് മുമ്പ് ഇപ്പോൾ സുരാജ് നിമിഷയൊക്കെ വരുന്നത് ജിയോയുടെ ഒരു ക്യാമ്പിലേക്കാണ്. അതായത് നിങ്ങൾ ഓൾറെഡി ഒരു സെറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ്. എനിക്ക് മമ്മൂക്ക അത് പറഞ്ഞിട്ടുമുണ്ട്. അതായത് നിങ്ങളുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ടീമിലേക്ക് തന്നെയാണ് വരുന്നത്. പിന്നെ അവരെ ഈ പറയുന്ന ടീം കംഫർട്ട് ആക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം മമ്മൂക്ക മറ്റു സിനിമകളെക്കാളും ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് ചെയ്തു എന്നൊക്കെ കാതലിന് നമ്മൾ സംസാരിച്ച സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സമയങ്ങളെ കാണുന്നത്? ഈ അഭിനയിക്കാൻ പോകുന്ന ആ ഒരു ഹാപ്പിനെസ്സും റിലാക്സേഷനൊക്കെ ഇപ്പുറത്ത് കിട്ടാവുന്ന പരിപാടിയാണ്. അല്ല, ഇപ്പോൾ ഈ പറഞ്ഞ പോലെയാണ്. ഈ ആസ് എ പേഴ്സൺ ഞാൻ ഭയങ്കര കാമായിട്ട് കൂടുതൽ സമയവും ചില സമയത്ത് ഇപ്പോൾ ദിലീഷ് പറഞ്ഞാൽ നമ്മൾ ദേഷ്യമൊക്കെ വരും. സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വരാറില്ല പൊതുവേ. ഈ ഇപ്പോൾ ബേസിൽ പറഞ്ഞല്ലോ, ബോംബ് പൊട്ടിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, മിന്നൽ മുരളി പോലെ ഒരു സിനിമ, അല്ലെങ്കിൽ ഇപ്പോൾ മഹേഷ് ചെയ്തിട്ടുള്ള ഇത്തരം വലിയ സിനിമകളെന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരിക്കും. അപ്പം ഞാൻ അത്തരം സിനിമകളിലേക്ക് പോകുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ പോകാൻ തന്നെ ഞാൻ എൻ്റെ ഉള്ളിൽ ഫിലിം മേക്കറോട് പറയുന്നത്, നീ പോയി അങ്ങനത്തെ കഥകൾ ആലോചിക്കും, അങ്ങനത്തെ വലിയ സിനിമകൾ ചെയ്യാനൊക്കെ. പക്ഷേ നമുക്കൊരു തരം കംഫർട്ട് സോണിൽ നിൽക്കാനുള്ള ശ്രമമുണ്ടല്ലോ, അത് ആസ് എ ഫിലിം മേക്കർ എന്നുള്ള രീതി നല്ലതുമല്ല. നമ്മൾ ഈ ഒരു സെറ്റ് ഭയങ്കര കംഫർട്ടാണെന്ന് പറയുമ്പോൾ അത് എല്ലാവരുടെയും കൂടെ ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഞാൻ പറയാം, ഞാൻ ഈ ഇടയ്ക്ക് ചെയ്ത ഒരു വർക്കിൽ എൻ്റെ ആക്ടർ ഡിസ്കംഫർട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ ബാക്കി എല്ലാവരും കൂളാണ്, ഒരാൾ കുറച്ച് വിഷമിച്ചിട്ട്. ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം, ഒരു പ്രശ്നം പറഞ്ഞു. ഞാൻ ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നില്ല. ആ പ്രശ്നം അവിടെ ഉള്ള ക്രൂവിൻ്റെ ഒരു ഭാഗത്തു നിന്നുണ്ടായ ഒരു ചെറിയൊരു സംസാരമാണത്. അതേ തുടർന്ന് ആ ആക്ടർ ഡിസ്കംഫർട്ട് ആവുക. എന്നോട് പറയും, ചോദിച്ചോട്ടോ ഓക്കെ നിങ്ങൾ കൂളായിരിക്കും, ഇത് എൻ്റെ കാര്യമാണ്, എൻ്റെ പ്രശ്നമാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന എവിടെയാണ് കൂളാകാൻ പറ്റുന്നത് നമുക്ക്? അതാ പറഞ്ഞത്. അതിപ്പം എല്ലാവരും ഇപ്പോൾ ലൈറ്റ് വെക്കുന്ന ചേട്ടന്മാർ മുതൽ ചായ തരുന്നവർ മുതൽ അവർക്കെല്ലാവർക്കും ഈ ഇഷ്യൂസ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരെ നമുക്ക് ഇതുപോലെ ഇഷ്യൂവിൽ കൊണ്ടപ്പെടുത്താൻ പറ്റും. അതില്ലാതെ പോകുന്നത് ഒരു തരം ഭാഗ്യമാണ് പല സമയത്തും. അതിപ്പം ഞാനങ്ങനെ അതുകൊണ്ട് സംഭവിക്കുന്നതല്ല. അപ്പോൾ മമ്മൂക്ക വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഒരു ആക്ടറോടെ വർക്ക് ചെയ്യും. നമ്മൾ കുഞ്ഞിലെ മുതലേ കാണുന്ന ഒരാൾ, മമ്മൂക്ക ദേശീയക്കാരനാണ്, നമ്മൾ പല കഥകൾ കേൾക്കുന്നു, പുറത്തുനിന്ന് പല കഥകൾ കേൾക്കുന്നു, അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത്, ഓൾറെഡി കുറേ ഉപദേശങ്ങൾ എനിക്കുണ്ട്. പക്ഷേ ഇതൊന്നും അല്ലായിരുന്നു സംഭവിച്ചത്. ആ സിനിമ അങ്ങനത്തെ സൗകര്യമുള്ള സിനിമയാണ്. ഇപ്പോൾ മമ്മൂക്കയെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിച്ച ഡയറക്ടേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, മമ്മൂക്ക ഇത്രയും എന്താ പറയുക, ഈ ഒരു ഏജിൽ നിൽക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് അയാൾക്ക് ദേഷ്യം വരും. സോ അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മുടെ സിനിമയിലില്ലായിരുന്നു. ഒരു വീട്, മമ്മൂക്ക ക്രൗഡിൽ പോകുന്ന സീൻ പോലും ആകെ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. ആ സമയത്ത് നമുക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവരുടെയും ഒരു കംഫർട്ടാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സിനിമാറ്റോഗ്രാഫർ അവൻ കുറച്ച് ഡൗൺ ആയിപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഇതിനെ അങ്ങ് മുമ്പോട്ട് കൊണ്ടുപോവുക. ഇത്തരം പ്രശ്നങ്ങളൊക്കെ എല്ലാത്തരം ചെറിയ സിനിമകളിലൊക്കെ ഉണ്ടാവും. ഈ വലിപ്പം കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളല്ലാതെ ഇൻറ്റേർണൽ ഉണ്ടല്ലോ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇഷ്യൂവിൽ ഞാൻ ഭയങ്കര ഡെസ്പായിരുന്നു. നമ്മുടെ സിനിമയിൽ അങ്ങനെ ഒരാൾക്കൊരു സങ്കടം ഉണ്ടായല്ലോ എന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മൾ ഡൗൺ ആയി പോകും. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട് ഏറ്റവും കൂളാണെന്ന് പറയുമ്പോൾ പോലും. അത് നമ്മളെയും ബാധിക്കും. നമ്മുടെ പരിപാടിക്കാണല്ലോ ഒരു സംഘം മനുഷ്യർ വന്നിട്ട് അതിൽ ആർക്കെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ വേറൊരാളോട് മോശമായിട്ട് പെരുമാറി. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം തമ്മിൽ ഇപ്പോൾ ആർട്ടും സിനിമാറ്റോഗ്രാഫിയും എഡിറ്റും അറ്റ്ലീസ്റ്റ് സിനിമ ഭയങ്കര സിങ്കായെങ്കിൽ മാത്രമേ നമുക്കൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ വേറൊരു കാര്യങ്ങൾ ഈ നേരത്തെ ചോദിച്ചതിൻ്റെ തുടർച്ച പറയും, ഈ നമ്മുടെ ഒരു പ്രഖ്യാപിത പ്രേക്ഷക സമൂഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു തിയേറ്ററിലെ നമ്മൾ വല്ല നിശ്ചിത ഓഡിയൻസ് എന്ന് പറയുന്നവർക്ക് എല്ലാ നിലയ്ക്കും സ്വീകരിക്കപ്പെടാവുന്ന സ്വഭാവത്തിലല്ലായിരുന്നു
ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആണെങ്കിലും കാതലാണെങ്കിലും ഞാൻ പറഞ്ഞ അതിൽ ഒരു വിഭാഗത്തിന് റിജക്ഷൻ വരാം, അംഗീകരിക്കാൻ പറ്റാത്തവർ ഇങ്ങനെ. പക്ഷേ കാതൽ ഒരു തിയേറ്റർ സക്സസ് ഉള്ള സിനിമയായിട്ട് മാറും. ആരും അത് ഒരു 1 വീക്ക് സിനിമ എന്നൊക്കെയുള്ള മോഡലിലേക്ക് പല ഡിസൈൻ നേരത്തെയാണെങ്കിൽ അങ്ങനെ പറയുന്നിടത്തു നിന്ന് അതൊരു തിയേറ്ററിക്കൽ സക്സസ് ഉള്ള സിനിമയാണ്. ഇപ്പോൾ ഒരു അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ അല്ലാതെ വന്നിട്ട് പോലും ഒരു രാജ്യത്തുള്ള എല്ലാ കോണിൽ നിന്നും എല്ലാ ഭാഷാ സംവിധായകരുടെയും ചർച്ച വന്ന സിനിമയായിരുന്നു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നുള്ളത്. അങ്ങനെ ഒരു പ്രേക്ഷകർ എന്താണ് എന്നുള്ളൊരു ഡിസൈൻ, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഇന്നതാണ് രൂപം എന്നൊക്കെ എപ്പോഴും കാണാറുണ്ടോ? ഇതായിരിക്കും എൻ്റെ പ്രേക്ഷകരെ അവർ ഭയങ്കര വിവരമുള്ള, നമ്മളെക്കാളും ഭയങ്കര ബോധമുള്ള മനുഷ്യരായിട്ട് കണ്ടാൽ തന്നെ അത് എല്ലാത്തരം സിനിമകൾക്കും. ഇപ്പം നമ്മൾ ഭയങ്കര എൻ്റർടൈനറാണ് അല്ലെങ്കിൽ ഭയങ്കര മാസാണെന്ന് പറയുന്ന സിനിമകളെ വരെ അവരെടുത്ത് അലക്കുന്നുണ്ട്, അവരെടുത്ത് എറിയും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. അത് തന്നെയുള്ളൂ. ഇപ്പോൾ മഹേഷിൻ്റെ പ്രതികാരം കാണുന്ന ആ മനുഷ്യർ തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഗോദയും ഈ മഹേഷിൻ്റെ പടവും അല്ല അവരൊക്കെ തന്നെയാണ് RDX കാണുന്നത്, അവരൊക്കെ തന്നെയാണ് ഈ എന്താ പറയുക കാതലും കാണുന്നത്. ഇങ്ങനൊരു സിനിമ വരുമ്പോൾ പെട്ടെന്ന് പ്രേക്ഷകരൊന്നും ഉണ്ടാവുന്നൊന്നുമില്ല. സിനിമ കാണുന്ന ഫാമിലി ആണെങ്കിലും യൂത്ത് ആണെങ്കിലും അവർ നല്ലതെന്ന് തോന്നുന്ന എല്ലാ സിനിമകൾക്കും അവർ പോയി കാണുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ദിവസം സിനിമേനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പം RDX കണ്ട എല്ലാവരും വന്ന് കാതൽ കണ്ടോന്ന് ചോദിച്ചാൽ ഇല്ലായിരിക്കാം. പക്ഷേ ആ ഒരു വലിയ സമൂഹത്തെ അവർ തന്നെയാണ് എല്ലാ സിനിമകളും വിജയിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. വിജയ സിനിമകൾ ഇവരെല്ലാവരും തന്നെ കാണുന്നുണ്ട്. എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ചിന്തിക്കുന്നത് ഈ പറഞ്ഞ പോലെയാണ്. ഞാൻ ആദ്യത്തെ സിനിമ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സിനിമകളെക്കാളും എന്ത് മേന്മയാണ് ഞാൻ ചെയ്യാൻ പോകുന്നതിനുള്ളത്, അത് തന്നെയാണ് ഇപ്പോഴും ചിന്തിക്കുന്നത്. ഇപ്പം നമ്മൾ കുറേ സിനിമകൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് OTT വന്നപ്പോൾ നമ്മൾ ലോകത്തിലുള്ള പല സാധനങ്ങളും കാണുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ IFFK തന്നെ ഒരു 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 ഇതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. IFFK വന്ന ഈ വർഷത്തെ മലയാള സിനിമകൾ എന്ന് പറഞ്ഞാൽ അസാധ്യ പടങ്ങളാണ്. ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്ന ആട്ടം എന്ന് പറഞ്ഞ പടം. അപ്പോൾ നമ്മളിനി എന്ത് തന്നെ സിനിമ ചെയ്യുമ്പോൾ പോലും ഇതൊരു നമുക്കൊരു സ്കെയിലുണ്ട്, നമുക്കിതിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ തന്നെ ആലോചിക്കുന്നത്. നമ്മൾ കാണാത്തത് എന്താണ്, അല്ലെങ്കിൽ കണ്ട കാര്യം തന്നെ എന്ത് തരം രീതിയിലാണ് നമ്മൾ മാറ്റി പറയാൻ പോകുന്നതെന്നൊക്കെ അത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അല്ലാതെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? നമ്മൾ ഈ ഇത്തരം സിനിമകളൊക്കെ കണ്ട് ഇപ്പം മഹേഷിൻ്റെ പ്രതികാരം സിനിമ കാണുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആവുന്നത്. ഞാനെന്ന് പറഞ്ഞാൽ പ്രേക്ഷകൻ എക്സൈറ്റഡ് ആവുന്നുണ്ട് ശരിക്കും. കുഞ്ഞിരാമായണം കാണുമ്പോൾ ഉണ്ട്. അപ്പം നമ്മൾ കുഞ്ഞിരാമായണം കണ്ടിട്ട് ഗോദ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പോകുന്നത് കുഞ്ഞിരാമായണം എന്ന് പറഞ്ഞ സിനിമ കാരണമാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ അത് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നു. അതുകൊണ്ട് ഈ ഇപ്പം ബേസിൻ്റെ അടുത്തൊരു പടം നമ്മൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പം ആ പ്രേക്ഷകൻ എന്നുള്ള രീതി ഞാൻ അത് തന്നെയാണ്. നമുക്കങ്ങനെ പോയി ഒരുപാട് ജഡ്ജ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. നമുക്ക് പറയണം, ഇത് അധികം പേര് പറഞ്ഞിട്ടില്ല, അല്ലെ ഈ ഏരിയ പറഞ്ഞിട്ടില്ല, ഈ രീതി പറഞ്ഞിട്ടില്ല, അത്രയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. മിന്നൽ മുരളിയെ റിലീസായി അങ്ങനെ ഒരു ഫസ്റ്റ് സ്ക്രീനിങ് അല്ലെങ്കിൽ ആദ്യത്തെ ഷോയിന് കഴിഞ്ഞിങ്ങനെ സമയമാണ് ഇപ്പം പുള്ളിയുടെ അതൊരു ബന്ധുവോ റിലേറ്റീവ് വരാണ്ട് ഇങ്ങനെ റെഗുലറായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുമോ, ഇതിങ്ങനെ അഭിപ്രായം പുള്ളി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പല പ്രാവശ്യവും കട്ട് ചെയ്ത് 22 മിസ് കോളായി. പിന്നെ എന്തെങ്കിലും ദുബായിൽ വിളിച്ച് പെട്ടെന്ന് എടുത്ത് എന്താ ചേട്ടാ തരുക, എന്ത് പടമാണ്, അപ്പൊ തന്നെ കട്ട് ചെയ്ത് ബ്ലോക്ക് മേലാതാണെന്ന് വിളിക്കുന്നത്. പടം ഒന്ന് ഇറങ്ങുന്നത് ഇപ്പോഴേ പറയണ്ട. 26 മിസ് കോൾ അടിച്ചിട്ട് പറയണം. ബിസിയാണെങ്കിൽ കട്ട് ചെയ്ത് അവര് ഇരിച്ചിരിയെങ്കിലും മര്യാദ ഉണ്ട്. അന്നല്ലേ മിസ് കോളിന്റെ എത്ര മിസ് കോൾ ഞാൻ എന്താ ചേട്ടാ പറ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറ്റിയോ, കുടുംബത്തിൽ എന്തെങ്കിലും? ഇല്ല, പടം എന്ത് പടം, എനിക്ക് അത്ര വർക്കായില്ല. എന്നെ വിളിക്കുന്നത് ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഫീഡ്ബാക്ക്. പക്ഷെ ആ ചേട്ടൻ എന്തുകൊണ്ട് അത് ഞാൻ ആലോചിക്കുന്നില്ല ആക്ച്വലി. അല്ലാതെ ഇത് കൺസ്ട്രക്റ്റീവായിട്ട് ആലോചിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഫീഡ്ബാക്ക്, റിവ്യൂസ് അടക്കം.